PDC അത്ര ചെറിയ ഡിഗ്രി അല്ല എന്ന ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ചിത്രത്തിന്റെ വിശേഷങ്ങളെ കുറിച്ച് സംസാരിക്കാൻ എന്നോടൊപ്പം ബാലാജി ശർമ്മ, ജയൻ ചേർത്തല രണ്ടുപേരും ചേരുകയാണ്. നമസ്കാരം രണ്ടുപേർക്ക്. നമുക്ക് സിനിമയിൽ നിന്ന് തന്നെ ആരംഭിക്കാം. ഒരു റാഫി മധുര നിർമ്മാതാവ് സംവിധായകനാകുന്നു. ഇതിന് മുമ്പ് ചെയ്തതെല്ലാം സ്റ്റാർ സ്റ്റഡ് സിനിമകളായിരുന്നു. ഇത്തവണ ഈ പ്രധാനപ്പെട്ട ടയർ 1 എന്നൊക്കെ നിങ്ങൾ സിനിമാക്കാർ തന്നെ വിശേഷിപ്പിക്കുന്ന താരങ്ങളല്ലാതെ താരതമ്യേന നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ താരങ്ങൾ എല്ലാവരും കൂടെ ചേർത്തിണക്കിക്കൊണ്ടൊരു സിനിമ. എങ്ങനെയാണ് ആ സിനിമ വന്നിട്ടുണ്ടെന്നൊരു രണ്ട് താരങ്ങൾ ഈ സിനിമയുടെ രീതിയിൽ നിങ്ങൾക്ക് തോന്നുന്നത്? ഞാൻ ബാലാജിയുടെ നാട്ടോടാണ്. ഇതിപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിനിമകളിങ്ങനെ അഭിനയിച്ചുകൊണ്ട് നടക്കുന്ന ആളാണല്ലോ, അതാണല്ലോ തൊഴിൽ. അപ്പോൾ ഒരു കോൾ വരുന്നു, കഥാപാത്രം. അപ്പോൾ നമ്മളെപ്പോലുള്ള എൻ്റെ കാര്യം പറയാം, ഞാൻ എന്നെപ്പോലുള്ള ആർട്ടിസ്റ്റിന് ഞാൻ ചിലപ്പോൾ എന്താണ് കഥാപാത്രമെന്നോ എന്താണെന്നൊന്നും ചിലപ്പോൾ ഞാൻ അറിയുകയുണ്ടാവില്ല, അറിയണമെന്ന് ആഗ്രഹിക്കാറുമില്ല. കാരണം അവിടെ ചെന്ന് 2-3 ദിവസത്തെ പരിപാടി എന്നുള്ളതാണ് നമ്മുടേത്. അവിടെ ചെന്നിട്ട് നമ്മൾ മനസ്സിലാക്കുക കഥാപാത്രം എന്താണെന്ന്. ഇത് തന്നെ ഇങ്ങനെ അമൃത മോഹൻ വിളിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്, ഒരു 4-5 ദിവസത്തെ പരിപാടിയാണ്, കഥ. അപ്പോൾ ആദ്യമായിട്ട് കഥ എന്നോട് ഫുള്ള് വിവരിക്കുകയാണ്. ഇങ്ങനെ അതായത് ഇങ്ങനെ സംഭവമാണ്. അപ്പോൾ എന്താണ് പരിപാടി, ക്യാരക്ടർ ചോദിക്കും ഞാൻ, ക്യാരക്ടർ എങ്ങനെയാണ്, എന്താണ്, ഇപ്പോൾ പോലീസ് വേഷമാണോ അല്ലെങ്കിൽ വില്ലനാണോ രാഷ്ട്രീയക്കാരനാണോ എന്നുള്ള കാര്യം. പക്ഷേ ഇതിൽ മുഴുവൻ കഥയും ഒരു മിനിറ്റ് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഈ റാഫിക്ക എന്നോട് കഥ വിവരിക്കുകയുണ്ടായി. അപ്പോൾ എനിക്കൊരു പുതിയ അനുഭവമാണ്. കാരണം ഫുൾ കഥയും, നമ്മുടെ പോർഷൻ മാത്രമല്ല ഫുൾ കഥയും പുള്ളി പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതിനകത്ത് നമ്മുടെ കഥാപാത്രത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്നും എനിക്ക് തോന്നി. പക്ഷേ സംഭവം 4 ദിവസത്തെ പരിപാടിയുള്ളൂ. അപ്പോൾ ഞാൻ, ജയൻ ചേട്ടൻ, വിനു പപ്പു, ജോണിച്ചൻ, ഈ 4 പേരും സുഹൃത്തുക്കളും നമ്മളുടെ ബാല്യകാലം ഒരു ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബാല്യകാലം. അപ്പോൾ നമ്മളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻസ് ക്യാരക്ടറാണെന്നുള്ള കാര്യം മനസ്സിലായി. നമ്മുടെ ബാല്യകാലമാണ് സിനിമയുടെ മേജർ പാർട്ട്. പിന്നെ പ്രീ ഡിഗ്രി ആൾക്കാരാണ് ഞങ്ങളെല്ലാവരും, പ്രീ ഡിഗ്രി പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. നല്ല രസമുള്ളൊരു കണ്ടൻറ്റാണ്. എന്തൊക്കെ പറഞ്ഞാലും പടത്തിൻ്റെ കണ്ടൻറ്റ് ഭയങ്കര രസമുള്ളൊരു കണ്ടൻറ്റാണ്, ഒരു എലിമെൻറ്റ്. അപ്പോൾ അത് കേട്ടപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ നമ്മുടെ സുഹൃത്തുക്കളാണ് എല്ലാവരും, ബാക്കിയുള്ളവരും. അവരുമായിട്ട് ഒന്നിച്ച് ചേരാൻ പറ്റുന്നൊരു അവസരം ഇതിൽ കവിഞ്ഞൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. എനിക്ക് 4 ദിവസം, നമുക്കെല്ലാം ഒരു പോലെയായിരുന്നു. 4 to 5 days ഇത്രേ ഉള്ളൂ. എനിക്ക് അങ്ങനത്തെ ഒരു ആവശ്യമില്ലാത്ത ഇടപെടലുണ്ട്. അതൊരു ഞാൻ ഈ സിനിമ നമുക്ക് നമ്മുടെ പഠിപ്പ് കഴിഞ്ഞിട്ട് ജീവിതത്തിൽ ഒരു ലക്ഷ്യമേ ഉള്ളൂ, സിനിമാ നടനാവുക എന്നുള്ള ലക്ഷ്യം മാത്രമേ. അതാണ് ജീവിതത്തിൽ. ഇപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രി ആവണോ സിനിമാ നടനാവണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒരു സിനിമ നടനാവണമെന്ന് മനസ്സ് തുറന്ന് പറയുന്ന ഒരാളാണ്. അപ്പം അത്രയ്ക്ക് സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതിനെയാണ് ആ ഉദാഹരണം പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ എന്നെ ഒരു സിനിമയ്ക്ക് വിളിച്ചാൽ നാച്ചുറലി ഞാൻ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ, എന്താ എൻ്റെ കഥ, കൂടെ അഭിനയിക്കുന്ന ആരാന്ന് പൊതുവേ ഞാൻ എൻക്വയറി ചെയ്യാറില്ല. ഞാൻ ആ സബ്ജക്റ്റ് എന്താണെന്നുള്ളത് അറിയാൻ ആഗ്രഹിക്കും. ഒപ്പം അതിൻ്റെ ക്രൂ ആരൊക്കെയാണ്, എൻ്റെ ക്യാരക്ടർ എന്താണ്, ഇതൊന്ന് അറിഞ്ഞു വെക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഇപ്പോൾ പോലും ഞാൻ ചെയ്യുന്ന പടങ്ങളും ഇനി ചെയ്യാനുള്ള പടങ്ങളും ഒക്കെ ഞാൻ ഇതിങ്ങനെ ചോദിച്ച്, അവരെ ബുദ്ധിമുട്ടിക്കാതെ ചോദിച്ച് മനസ്സിലാക്കും. ഇപ്പം വലിയ നായകന്മാരുടെയൊക്കെയാണ് ഇവർ പോയി അങ്ങോട്ട് കഥ പറഞ്ഞിട്ടാണ് ഡേറ്റ് മേടിക്കുന്നത്. നമ്മുടെയൊക്കെ അങ്ങനെയല്ല, ഡേറ്റ് വാങ്ങിച്ചിട്ട് നമ്മൾ കഥ ചോദിച്ച് മനസ്സിലാക്കി ക്യാരക്ടർ മനസ്സിലാക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഈ കഥ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ദിവസം കുറവാണ്, പക്ഷേ എൻ്റെ ക്യാരക്ടറിൻ്റെ പ്രസൻസ് ത്രൂ ഔട്ടുണ്ട്. അപ്പോൾ അത് ചോദിച്ചപ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്നത് ഇതൊരു 2 ഏജിലുള്ള, ഒന്ന് PDCക്ക് പഠിക്കുന്ന ഒരു കുട്ടികളും, ഒന്ന് അവർ വലുതായി 26 വർഷത്തിന് ശേഷമുള്ള അവരുടെ ഒരു കൂട്ടായ്മ. നമ്മൾ ക്ലാസ്മേറ്റ്സ് സിനിമയൊക്കെ കണ്ട പോലെ. അപ്പോൾ ആ കഥ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര രസം തോന്നി. കാരണം ഈ സിനിമക്കകത്ത് ഇപ്പം മെയിൻ സെൻട്രൽ ക്യാരക്ടേഴ്സ് ആരാന്ന് ചോദിച്ചാൽ ജോണി ആൻ്റണിയും വിനു പപ്പു, ബാലാജി, ഞാനൊക്കെ തന്നെയാണ്. പക്ഷേ ഞങ്ങൾ എത്ര ദിവസം വർക്ക് ചെയ്യുമെന്ന് വെച്ചാൽ ചിലർ 4, ചിലർ 5, ചിലർ 6. ഞാനെന്തോ 5-6 ദിവസം വർക്ക് ചെയ്യുമെന്ന് തോന്നുന്നു. എല്ലാവർക്കും അത്രയേ ഉള്ളൂ സീക്വൻസസ്. അപ്പം ഈ സെൻട്രൽ ക്യാരക്ടറിന് ഇത്രയും മതിയോ, പലർക്കും തോന്നിയൊരു ഡൗട്ടാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ഏജ് ചെയ്യുന്ന കുട്ടികളുണ്ട്, 14 വയസ്സ്, നമ്മുടെ +2 കാലം അല്ല പ്രീ ഡിഗ്രി കാലം ചെയ്യും. ആ കുട്ടികൾക്ക് 10-15 ദിവസം ഉണ്ടായിരുന്നു. അവരുടെ പ്രണയവും അവരുടെ ഈ സീൻ 50 സീൻ ഈ സിനിമക്കുണ്ടെങ്കിൽ 25 സീൻ ഞങ്ങൾക്ക്, 25 സീൻ അവർക്കുമാണ്. ഈക്വൽ സീൻസാണ്. പക്ഷെ അവർക്ക് റൊമാൻസും പ്രണയവും ഒക്കെ ആ പ്രായത്തിലാണല്ലോ. അതാണ് ആ കുറേ പഴയ കുട്ടികൾ അന്നത്തെ കാലത്ത് നമ്മൾ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ നമ്മളിപ്പം നമ്മളൊക്കെ ഒരു ക്ലാസ്സിൽ പഠിച്ചു എന്ന് വിചാരിക്കുക. താങ്കൾ പോയൊരു കുട്ടിയുടെ ഇഷ്ടം പറഞ്ഞു എന്ന് വെക്കുക.
എനിക്കും ആ കുട്ടിയോട് ഇഷ്ടമുണ്ട് എന്ന് വെക്കുക, ഞാനും താങ്കളും തമ്മിൽ ഒരു ഡ്രിഫ്റ്റ് ഉണ്ടാവും. ഇതിനിടയിൽ നിൽക്കുന്ന ഒരു സമരിയാക്കാൻ നോക്കിയാലും ഒരു കാര്യം ഉണ്ടാവില്ല, നമ്മൾ തമ്മിൽ ഒരു വിരോധം ഉണ്ടാവും. നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞാൽ പ്രീ ഡിഗ്രി കഴിഞ്ഞ് നമ്മൾ പിരിഞ്ഞ് അന്ന് ചിലപ്പോൾ ഒരു ഇടിയൊക്കെ വെച്ചിട്ടുണ്ടാവും, ഒരു ചെറിയ ഇടിയൊക്കെ തന്നിട്ടുണ്ടാവും. ഇത് കഴിഞ്ഞ് നമ്മൾ 10-25 വർഷം കഴിഞ്ഞ് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇവൻ പണ്ട് എൻ്റെ ഇടി മേടിച്ച ഇവൻ എനിക്കിട്ട് തിരിച്ചു തരുമോ, ഈ ഒരു ഫീലിംഗ് നമ്മുടെ മനസ്സിൽ കിടക്കും. ഇതുപോലെ ഈ സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് ഇതുപോലുള്ള ഓരോ അനുഭവങ്ങൾ അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ 25 വർഷങ്ങൾക്ക് ശേഷം ഇതിനകത്തൊരു മെയിൻ കഥാപാത്രം ഈ പോസ്റ്ററിൽ കാണുന്നില്ല, വേറെ പോസ്റ്ററിലൊക്കെ ഉണ്ടായിരുന്നു, ഒരു പന്നിയുണ്ട്. ഇതിനകത്തൊരു മെയിൻ സംഭവം ഒരു പന്നിയാണ്. ഈ PDC എന്ന് പറഞ്ഞാൽ പ്രീ ഡിഗ്രി കോഴ്സ് എന്നല്ലേ നിങ്ങൾ, പ്രീ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അല്ലെ പ്രീ ഡിഗ്രി കോഴ്സ് ആണല്ലോ. ഇതിന് വേറൊരു അർത്ഥമുണ്ട്. പിഗ് ഈസ് എ ഡേഞ്ചറസ് ക്രീച്ചർ. ഈ സിനിമയുടെ ഒരു മുഖ്യ കഥാപാത്രം ഒരു പന്നിയാണ്. ഒരു പന്നി, കാട്ടുപന്നി, അതും പന്നി എന്ന് പറയാൻ പറ്റില്ല, കാട്ടുപന്നിയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ബയോ ഫിക്ഷണൽ കോമഡി എന്നാണ് നമ്മുടെ ഡയറക്ടർ പറയുന്നത്. കാരണം ഇതിനകത്ത് അദ്ദേഹത്തിൻ്റെ പഠിച്ചിരുന്ന കാലത്തുള്ള അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവമാണ് ഈ സിനിമ. അതിൽ ബിനു പപ്പു ചെയ്ത ക്യാരക്ടർ പുള്ളിയുടെ ക്യാരക്ടറാണ്, പുള്ളിയാണ് ജീവിതത്തിൽ. പക്ഷെ ഒരു വ്യത്യാസമേ ഉള്ളൂ, പുള്ളി ഇത് തല്ലിപ്പിളിത്തരൊന്നും ബിനുവിന് കൊടുത്തിട്ടില്ല. പകരം ബിനുവിനെ ഒരു നല്ല ആളായിട്ട് പുള്ളി ബുദ്ധിപൂർവ്വം വെച്ചിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ കഥാപാത്രം ബിനുകുമാർ. ഈ ബിനുകുമാറിനെ ഞാൻ പരിചയപ്പെട്ടു. ബിനുകുമാർ അവിടെ എല്ലാവരും വന്നേ, ഞാനും പരിചയപ്പെട്ടു, ഞാൻ ചെയ്ത ക്യാരക്ടർ. അപ്പം ആ കൂട്ടത്തിൽ ഈ ഹീറോയും ഞാനും തമ്മിലൊരു ചെറിയ ഡ്രിഫ്റ്റ് പണ്ട് കൊച്ചിലെ നടന്നിട്ടുണ്ട്. ചെറുതിലെ ഒരു ഇടി ഒരു പെൺവിഷയത്തിൽ നടന്നിട്ടുണ്ട്. തിരിച്ച് വലുതായി വരുമ്പോൾ എൻ്റെ ക്യാരക്ടർ ഒരു പൊളിറ്റീഷ്യനായി മാറുന്നു, ഇദ്ദേഹം ഒരു കർഷകനായിട്ട് മാറുന്നു. ഇവർ ഈ ക്ലാസ്മേറ്റ്സിലെ പോലെയൊക്കെ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയപ്പോൾ ഇവരൊരു വാട്സപ്പ് കൂട്ടായ്മ തുടങ്ങി. അതിനകത്ത് എടാ പോടാ വാടാ ഇടി പോടി എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുകയും, നമ്മുടെയൊക്കെ സുഹൃത്തുക്കളിലൊക്കെ നമ്മൾ അങ്ങനെ ആണല്ലോ. അതിനൊന്നും ഒരു റെസ്ട്രിക്ഷനും ഒരു കാലത്ത് എത്ര സർക്കാർ റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നാലും ഇവർ കൂട്ടുകാർ തമ്മിൽ ഇടപെടുന്ന ഭാഷയ്ക്കൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അങ്ങനെ വരുന്നതായിട്ട് ഒരാൾ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ പുറത്ത് പുള്ളി ഇറച്ചി കുക്ക് ചെയ്യുന്ന വീഡിയോ, ഞാനിന്നൊരു കാട്ടുപന്നിയെ വെച്ചിരിക്കുകയാണ്, നിങ്ങൾക്ക് വേണേ വാ നമുക്ക് കഴിക്കാം, ഒരു മെസ്സേജ് ഇടുക. ഇദ്ദേഹം ശരിക്കും അവിടെ കിട്ടിയ ഒരു പശുവിൻ്റെ ഇറച്ചിയാണ് വെച്ചിരിക്കുന്നത്, പശുവോ കാളയോ മറ്റേ വെച്ചാൽ പുള്ളി ഒരു പൊങ്ങച്ചത്തിന് വേണ്ടി കാട്ടുപന്നിയെ കിട്ടിയിടാ വാന്ന്. വെടിയിറച്ചി നിന്നിട്ട് ആരാ പോകാത്ത, 2 അടിക്കുക ഇറച്ചി കഴിക്കുക എന്നിട്ട് നേരെ എല്ലാവരും ഇടിച്ച് കയറി ചെല്ലും, എല്ലാവരും ഭക്ഷിക്കും. പക്ഷേ മെസ്സേജ് നേരെ പോകുന്നത് ഈ കൂട്ടത്തിൽ അല്ല. അത് പക്ഷെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഫോറസ്റ്റിന് അയച്ചു കൊടുക്കുക. അതിനെ തുടർന്നുണ്ടാകുന്ന ഒരു വിഷയമാണ്. അല്ല, ഞാനിപ്പോ നിങ്ങൾ പറഞ്ഞത് കേട്ടിട്ടേ ഒരു 3 ദിവസം മുമ്പ് ഒരു വാർത്ത ഉണ്ടായിരുന്നു. 2ാം ക്ലാസ്സിൽ എന്തോ ഒരു അടി രണ്ടുപേർ തമ്മിൽ ഉണ്ടാകുന്നു. അതിന് പ്രതികാരം മറ്റൊരാൾ ചെയ്ത് അവർ 62 വയസ്സായതിനു ശേഷമാണ്, അതായത് കവിളടിച്ച് പൊട്ടിച്ച് 2 പല്ലിളയുന്നത്. വൈരാഗ്യം എന്ന് പറഞ്ഞ സാധനം സ്നേഹം വന്നും പോയിരിക്കും, ഈ നെഗറ്റീവ് പക. അപ്പം അങ്ങനെ ചതിക്കുമോ ചതിക്കില്ലയോ എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് ആ ടെൻഷൻ ബിൽഡപ്പ് സിനിമയുടെ. അപ്പോൾ അങ്ങനെ രസകരമായിട്ട് വളരെ നമ്മളൊക്കെ കൊച്ചിലെ അനുഭവിച്ചിട്ടുള്ള, ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചിട്ടുള്ള ആളാണ്. നമ്മൾ പ്രീ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും സമ്പുഷ്ടമായ കാലം. കാരണം ജീവിതത്തിൽ പ്രണയം എന്താണെന്ന് ആദ്യം നമ്മൾ തിരിച്ചറിയുന്ന പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത്. ഞാനൊക്കെ സെൻട്രൽ സ്കൂളിലാണ് പഠിച്ചത്. അപ്പം ഞാൻ മലയാളം പോലും അവസാന വർഷങ്ങളിൽ മലയാളം പോലും പഠിച്ചിട്ടില്ല. ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഭാഷ മലയാളമാണ്. എനിക്ക് 500 മാർക്ക്. CBSE അന്ന് സ്കൂളാണ് സെലക്ട് ചെയ്യുന്ന സെക്കൻഡ് ലാംഗ്വേജ്. ഫസ്റ്റ് ലാംഗ്വേജ് കമ്പൽസറി ഇംഗ്ലീഷാണ്, സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി, പിന്നെ ഭാഷയില്ല, 2 ലാംഗ്വേജേ ഉള്ളൂ, ഈ സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, മാത്സ്. ഞാനൊക്കെ 500 എൻ്റെ മാർക്ക് CBSE. അപ്പം ഞാൻ അന്ന് ടൈ കെട്ടണം, ഷൂസ് ഇടണം. ഞാൻ ഇന്ന് റബ്ബർ ചെരുപ്പേ ഇടുള്ളൂ. കാരണം ആ 12 വർഷം LKG to 10th ഷൂസ് ഇട്ടിട്ട് ഇങ്ങനെ പിടിച്ച് കിടക്കുക. അത് എൻ്റെ അമ്മ അവിടുത്തെ ടീച്ചറാണ്. അമ്മയും ഞാനും തമ്മിൽ പോലും മലയാളം സംസാരിക്കാൻ പാടില്ല. ആലപ്പുഴ SDV സെൻട്രൽ സ്കൂളിലെ റൂളാണ്. അമ്മയും ഞാനും തമ്മിൽ പോലും ഇംഗ്ലീഷ് സംസാരിക്കാവുള്ളൂ സ്കൂളിൽ വെച്ച്. സ്കൂൾ തുറന്നിരിക്കുന്ന സമയം അത് അവർക്ക് ഇപ്പം ആ റൂള് മാറ്റിയെന്ന്. ഞാൻ പഠിച്ച കാലത്ത് അതാ റൂള്. ഞാൻ പോടാ എന്ന് വിളിച്ചതിന് എൻ്റെ ക്ലാസ് ലീഡർ അന്ന് ലാൽ VC, അവനിപ്പം ഗൾഫിൽ എഞ്ചിനീയറാണ്. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. ഇവൻ പോയിട്ട് പറഞ്ഞു കൊടുത്തു, അലക്സാണ്ടർ സാറ് പ്രിൻസിപ്പലിലൊക്കെ ജയൻ പോടാന്ന് വിളിച്ചു ഗാർഡനിങ് പീരീഡിൽ. ഒരു കുഴപ്പമില്ല, കമ്മ നീൽ ഡൗൺ ഇൻ ഫ്രണ്ട് ഓഫ് മൈ ഓഫീസ്. രാവിലെ തൊട്ട് വൈകിട്ട് ഈ എടുത്താപ്പൊങ്ങത്തെ തടിയും കൊണ്ട് മുട്ടയിൽ നിന്ന് പോടാന്ന് വിളിച്ചു. അപ്പം അങ്ങനെ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള സ്കൂളിൽ നിന്ന് ഫുൾ ഫ്രീഡം. നമ്മൾ പിന്നെ അർമാദിക്കാരിക്കുമോ, ക്ലാസ്സിലേക്ക് കയറിയിട്ടില്ല. പിന്നെ CBSE ആയതുകൊണ്ടൊരു ഗുണമുണ്ട്, നമ്മൾ 8ലും 9ലും പഠിക്കുന്നത് തന്നെയാണ് പ്രീ ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ. അപ്പോൾ ടോപ്പിക് റെപ്പറ്റീഷനാണ്, പിന്നെ പഠിക്കണ്ട. അപ്പോൾ അത് നമുക്ക് ബോധ്യമുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ, അപ്പോൾ അന്ന് പിന്നെ പട്ടണക്കാട് പബ്ലിക് സ്കൂളിൽ നിന്ന് വരുന്ന പിള്ളേരും ആലപ്പുഴ SDV നിന്ന് വരുന്ന ഞങ്ങളൊരു 5-6 പേര്, ഇച്ചിരി അഹങ്കാരം കൂടി ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. ഞങ്ങൾ ബ്ലൂ ബോയ്സ് കോർണർ, അല്ലെ ബാഡ് ബോയ്സ് കോർണർ, അല്ലെ ബാക്ക് ബെഞ്ച് കോർണർ, BBC എല്ലാം BBC ആണ്. ഒരു മരമുണ്ട്,
ഞങ്ങളൊക്കെ ഇങ്ങനെ, ഞാനൊക്കെ തടിയനാ, അപ്പോൾ പ്രണയിക്കാൻ ഒരു പെണ്ണും ഇഷ്ടപ്പെടത്തില്ല. അല്ല, അന്നത്തെ കാലത്ത് അങ്ങനെയാണ്. അന്ന് പ്രണയമുള്ളവരോടൊക്കെ നമുക്ക് കുശുമ്പൊക്കെ ഞാനിപ്പോഴും ഓർക്കും. ഞാനൊക്കെ അന്നാ പൊളിറ്റിക്സ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം നമ്മളൊക്കെ ഇടതുപക്ഷ പ്രസ്ഥാനം, വിദ്യാർത്ഥി പ്രസ്ഥാനം, ഇപ്പോൾ KSUവിന് ഉള്ള ഒരു ബിനു കുഞ്ഞപ്പനുണ്ട്. അവനിപ്പോൾ എൻ്റെ നാട്ടിലെ ഞങ്ങളുടെ NSSന്റെ സ്കൂൾ ഡയറ്റ് മാസ്റ്ററാണ്. ഇവനെ കുറിച്ച് നമ്മൾ ഇടിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥി രാഷ്ട്രീയം. ഈ ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മോൾഡിങ്, നമ്മുടെ മനസ്സിനെ യഥാർത്ഥത്തിൽ മോൾഡ് ചെയ്തൊരു ഉഗ്രൻ ഹ്യൂമൻ ബീയിങ് ആയിട്ട് മാറുന്ന ഒരു പ്രായമാണ്. നിങ്ങളും ഇപ്പോഴും ബന്ധമുണ്ടല്ലോ. നല്ല കൂട്ടുകാരൻ, അവൻ എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്. അതൊക്കെ അന്നത്തെ പൊളിറ്റിക്സിൽ പോയി. അപ്പം ഞാൻ പറഞ്ഞത്, അങ്ങനത്തെ കുറേ ഡ്രീംസ് നമുക്ക് ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഈ സിനിമ ചെയ്യുന്ന സമയത്ത്. കാരണം നമ്മൾ ഈ മസിൽ പിടിച്ച് ഡയറക്ടർ ഇപ്പം കണ്ടല്ലോ, പുള്ളി ലൊക്കേഷനിലൊക്കെ മസിൽ പിടിച്ച് നടക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു വയസ്സായ സ്ത്രീ ഇവിടെ വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാനിത് ആരും ഈ സ്ത്രീ, അവർ ജൂനിയർ ആർട്ടിസ്റ്റിനെ പോലെ ഷൂട്ടിംഗ് സ്ഥലത്തിരിക്കുക, ഞങ്ങളൊക്കെ ഡാൻസ് കളിക്കുക. ആ സീനിൽ ഇവിടെ വേടാന്ന് വിളിച്ചപ്പം ആ വിളിയിലൊരു ആധികാരികത. അപ്പം ഞങ്ങളെല്ലാവരും ഒന്ന് നിർത്തി നോക്കി പറഞ്ഞാൽ ഇങ്ങോട്ട് വേടാ. ഓ എന്താടി? അപ്പോൾ ഇവര് ക്ലാസ്മേറ്റ്സാ. അപ്പോൾ നമ്മൾ വിചാരിച്ചാരോ ജൂനിയർ ആർട്ടിസ്റ്റ് ഇരിക്കുക. ഈ വിളിക്കുന്ന വിളിയും പെരുമാറ്റവും കൂടെ കണ്ടു. നമ്മളെ പാട്ട് സീൻ ഷൂട്ട് ചെയ്തപ്പോ ഇവരുടെ ഒറിജിനൽ അലുമിനി ആയിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. നിങ്ങളൊക്കെ പോയി കാണണം കേട്ടോ. ഞാനൊക്കെ ഡാൻസ് കളിച്ചിട്ടുണ്ട്. അത് ഇത് തന്നെ ആയിരിക്കും. ഇതിന് മുമ്പ് എനിക്ക് ആവശ്യമില്ലാത്ത, ഞാൻ പറഞ്ഞല്ലോ പലപ്പോഴും സിനിമയിൽ എനിക്ക് ചെയ്തിട്ടുള്ളതെല്ലാം വില്ലൻ വേഷങ്ങളാണ്. ജീവിതത്തിൽ പറയാൻ പാടില്ല, പക്ഷെ എന്നാലും പറയാം, എനിക്ക് ഏറ്റവും ഒട്ടും ഞാൻ അതിലൊക്കെ കംഫർട്ടബിൾ. എനിക്ക് ലൂസായിട്ട് ഈ ചെയ്യുന്ന പോലെയുള്ള ഇതുപോലെയുള്ള ഇപ്പം കുറച്ച് അങ്ങനത്തെ കിട്ടുന്നുണ്ട് ദൈവാനുഗ്രഹം കൊണ്ട്. എനിക്ക് പോലീസ് വേഷം, എനിക്ക് മന്ത്രി വേഷം. പക്ഷേ ദൗർഭാഗ്യവശാൽ എനിക്ക് കിട്ടുന്ന ക്യാരക്ടർക്കല്ല ഈ നീളം ഡയലോഗും കാണും. ഈ പറഞ്ഞ എൻ്റെ ശരീരത്തിന്റെ അവസ്ഥയുടെ അതുപോലെ ഒരെണ്ണേ ഉള്ളൂ. ഇത് ആലോചിച്ച് നോക്കണം, ഒറ്റ ജോലിത്തിനായി ഇത്രയും അത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിപ്പോഴും, കാരണം അണ്ണൻ തമ്പി ഭയങ്കര. അതേസമയം നമ്മൾ മെയിൻ ക്യാരക്ടർ ചെയ്ത പടങ്ങളൊട്ടും ഓടിയില്ല. ഇങ്ങനത്തെ കമ്മീഷണറും പരുന്നു അത് ഓടിയിരുന്നെങ്കിൽ വേറൊരു കരിയറായി. എന്നാൽ പോലും ഞാനിപ്പം എൻജോയ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, എനിക്ക് ഇപ്പം ഇതിനകത്ത് ഇതുപോലത്തെ ക്യാരക്ടേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഫ്രീ ആയിട്ട് അഭിനയിക്കുന്നത് പോലെ ഫീൽ ചെയ്യാതെ ഡയലോഗ് പറയാൻ പറ്റണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. പണ്ട് സീരിയൽ ചെയ്യുമ്പോൾ തൊട്ടേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ അഭിനയിച്ചു എന്ന് ആർക്കും ക്യാമറയ്ക്ക് മുമ്പിൽ തോന്നരുത്. അതെൻ്റെ മനസ്സിൽ പണ്ടേ കിടക്കുന്ന ഒരു തോട്ട് പ്രോസസ്സാണ്. അത് ഒരു പരിധിവരെയൊക്കെ ഇപ്പം ചെയ്യാൻ പറ്റുന്നു എന്ന് എനിക്ക് തോന്നുന്നു, വിശ്വസിക്കുന്നു, അറിയില്ല. ഒരു നീണ്ട കഥയാണ് നമ്മളെന്നും കേൾക്കുന്ന പുള്ളിയുടെ നമ്മള് ഒരുപാട് വർഷം മുമ്പുള്ള ബന്ധങ്ങളല്ലേ. ഇപ്പൊ ഞാൻ ആദ്യമായി അഭിനയിക്കാൻ പോകുമ്പം എനിക്ക് ആദ്യം ഡബ് ചെയ്തിട്ടുള്ള ആളാണ്. ഞാൻ ആദ്യം അഭിനയിച്ചില്ല. എന്നെ അന്ന് ഞാൻ ഡബ് ചെയ്യാൻ വേണ്ടിയിട്ട്, അന്ന് ഡബിങ് ആർട്ടിസ്റ്റ് ചെയ്യാൻ ഞാൻ ഡബ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ സമ്മതിക്കില്ലായിരുന്നു. കാരണം അങ്ങനെയാണല്ലോ പണ്ട്, അങ്ങനെയാണ്. ഇല്ല എന്റെ സൗണ്ട് ശരിയല്ല, ഡബ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്നൊരു സീരിയൽ പടാന്ന് മാത്രം ഓർമ്മയുണ്ട്. അപ്പോ അങ്ങനെ ഡബിങ് സമ്മതിക്കില്ല. ഡബിങ് എന്നൊക്കെ പറഞ്ഞ ഒരു മെയിൻ ക്യാരക്ടറാണ് അതിനകത്ത്. ഒരു കളം ഫുൾ ടക്കിൻ ചെയ്ത് ആണ് വന്നിട്ട് മായാമോഷൻ. ഞാൻ അന്ന് നോക്കി ഇത് ആരാ ഡബ് ചെയ്ത് നോക്കിയപ്പം ഡബ് ചെയ്തു. പിന്നീട് നമ്മൾ പരിചയപ്പെട്ട് പറഞ്ഞാൽ നിനക്ക് ഞാൻ ഡബ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അന്ന് ഇദ്ദേഹം പിന്നെ അഭിനയിക്കാൻ തുടങ്ങി. പിന്നെ ഇദ്ദേഹം അഭിനയിച്ച് ഒരു സീരിയൽ സൂപ്പർ ഹിറ്റ് ടോബിയാസ്, പഴയ മാനസ, അതിൽ ഞാനുണ്ട്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഒന്നിച്ച്, അപ്പോൾ ഇയാൾ സിനിമയിൽ രൗദ്രം എന്ന് പറഞ്ഞൊരു സിനിമയിൽ നല്ലൊരു ക്യാരക്ടറും ഞാൻ ആ രൗദ്രത്തിലുണ്ട് അഭിനയിക്കാൻ. അപ്പോൾ എന്നെയും കൊണ്ട് ഒരു കാവി മുണ്ട് കാണണമല്ലോ, ഒന്ന് ഒരു കാവി മുണ്ട്, ഒരു ചപ്പലും കൂറച്ചപ്പലും, കാവി മുണ്ടും കൂറച്ചപ്പലും. തോന്നലേ ഉള്ളൂ, ഞാനൊന്നും കമ്മ്യൂണിസ്റ്റ് തന്നെ, ഞാൻ പാർട്ടി മെമ്പർഷിപ്പ് ഉള്ള ആളായിരുന്നു ആണ്. അപ്പൊ നമ്മൾ ഈ ഡ്രസ്സ് കെട്ടിട്ട് വലത്ത് ധരിക്കും. ഞാൻ ഒരു ഘട്ടത്തിൽ ഭയങ്കരമായിട്ട് ആയിരിക്കും. പിന്നെ ഞാൻ അമ്പലത്തിൽ ഇപ്പോഴും പോവാ, അന്നും പോയത്. നമ്മൾ വളർന്നിരിക്കുന്ന അങ്ങനെ ഒരു സാഹചര്യം. ഞാൻ ഒരു തറവാട്ടിലാണ്, അമ്മയുടെ തറവാട്ടിൽ ജീവിച്ച് വളർന്നിട്ടുള്ള ആളാണ്. അപ്പോൾ അത് ഭക്തി. എനിക്ക് കമ്മ്യൂണിസം എന്നുള്ള വാക്കിനോടല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ കമ്മ്യൂണിസത്തിൻ്റെ വാക്ക് വെച്ചിട്ട് പോയ ഇലക്ഷനൊന്നും പാടില്ല എന്നുള്ളതാണല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെ ആ സൈദ്ധാന്തികത ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ ആ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന തെറ്റില്ലല്ലോ. കമ്മ്യൂണിസം എന്ന് പറയുന്ന ദൈവവിശ്വാസമില്ലായ്മ എനിക്കില്ല, എനിക്ക് വിശ്വാസമുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ കമ്മ്യൂണിസത്തില് അല്ല, ദൈവം വിഗ്രഹാരാധനക്ക് അനുകൂലമല്ല. വിഗ്രഹാരാധന ഡിഫറൻറ്റ്. ഞാൻ ചോദിച്ചാൽ
ദൈവം അതിനകത്ത് അത് നമ്മൾ അത് കോൺട്രവേഴ്സിയാണ്. മാർക്സിസത്തിൽ പറയുന്ന അവനവൻ്റെ വിശ്വാസത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരാളാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ. ആ വിശ്വാസത്തെ നമുക്ക് എങ്ങനെ വേണേ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അങ്ങനെയാണ്. അപ്പോൾ അവനവൻ്റെ വിശ്വാസത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാവുന്ന ഏതൊരുത്തരും കമ്മ്യൂണിസ്റ്റുകാരനാണ്, നല്ലതിന് വേണ്ടി പ്രവർത്തിക്കും. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വിശ്വാസങ്ങൾ ഒരു വശത്ത് കിടത്താൻ കൊണ്ട് പ്രശ്നമൊന്നുമില്ല. നമ്മള് പടത്തിലേക്ക് വരുമ്പോൾ ബിനു പപ്പു പ്രധാന ഒരു വേഷം ചെയ്തെന്ന് പറഞ്ഞു, തുടരും വലിയ ഹിറ്റായി കൊണ്ട് ഇരിക്കുന്നു. നിങ്ങൾ തമ്മിൽ അതിനെപ്പറ്റി എന്തെങ്കിലും തിയേറ്ററിന് ഒരു തിയേറ്റർ ബിസിനസ് തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്തൊരു നേട്ടമല്ലേ തിയേറ്ററുകാർ? അല്ലെന്നേ, സിനിമകൾ വിജയിക്കണമെന്ന് സിനിമക്കും സിനിമാക്കാർക്കും ഞാൻ ചോദിക്കണം, നിങ്ങൾ എന്തുകൊണ്ടാണ് സിനിമാക്കാരെ ഇന്റർവ്യൂ ചെയ്യാൻ വരുന്നത്? ആ സാധനം കച്ചവടം നടത്താൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ബോധ്യമുള്ളതുകൊണ്ട്. പാഷനുണ്ട് കേട്ടോ, എനിക്കതൊരു പാഷനും കൂടിയാണ്. അല്ലേ? അല്ല, ഒരു നിങ്ങളുടെ ചാനൽ സമ്മതിക്കുന്നത് എന്തുകൊണ്ടാണ്? കച്ചവടം ഉള്ളതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? അവരുടെ ഇമേജിനെ നിങ്ങൾ വിറ്റ് പൈസ ഉണ്ടാ. സത്യം പറഞ്ഞാൽ എൻ്റെ ഇമേജിനെ വിറ്റ് എനിക്കൊരു പൈസയും കിട്ടുന്നില്ല. ആലോചിച്ച് നോക്കും നിങ്ങൾ, ബാലാജിയുടെ ഇമേജിനെ വിറ്റ് ബാലാജി ഒരു പൈസ ഉണ്ടാക്കുന്നില്ല. സിനിമാക്കാർ അതിലെനിക്ക് എതിർപ്പുണ്ട്. പുള്ളി അഭിനയിച്ച എല്ലാ സിനിമകളും 50 കോടി ക്ലബിൽ കയറുന്നത് നമ്മൾ വിൽക്കുന്നില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞ ഇത് നമ്മുടെ ഭാഗ്യത്തിന്റെ ഒരു സമയം. നമ്മൾ അഭിനയിച്ച എല്ലാ പടവും 50 കോടി പോകുക എന്ന് പറഞ്ഞാൽ അതൊരു അതിശയോക്തിയാണ്. അങ്ങനെയല്ല, പക്ഷേ ഈ 50 കോടി ഒരു ഘട്ടം വരെ അങ്ങനെ ഉണ്ടായിരുന്നു. അതല്ല, 50 കോടി ഈ പടങ്ങളിലെല്ലാം ഞാനുണ്ടെന്നുള്ളതാണ്. അത് എന്റെ ഭാഗ്യമാണ്. അല്ല, എന്റെ വെച്ചുകൊണ്ട് അവരുടെ ഭാഗ്യമല്ല, ആ പടങ്ങളിൽ ഞാൻ വന്ന് വിട്ടുപോയി. പറഞ്ഞു മനസ്സിലായി? എന്റെ ഭാഗ്യമാണത്. ഇല്ലെങ്കിൽ അത് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വലിയ ബാലാജിയുടെ പേരിൽ ആരോപിക്കപ്പെടാൻ പറ്റുന്ന സാധനമായിട്ട് മാറും. അത് വേണ്ട, ഇതാ കറക്റ്റ്. കാരണം ഞാൻ അഭിനയിച്ച പടങ്ങളെല്ലാം ഭാഗ്യം കൊണ്ട് 50 കോടി ക്ലബിൽ, അത് അവൻ്റെ ഒരു വലിയ ഭാഗ്യം. ഞാൻ പറഞ്ഞത് നമ്മുടെ ഇമേജുകൾ എപ്പോഴും വിൽക്കുന്നത് നമ്മളെ അവതരിപ്പിക്കുന്ന ആൾക്കാരും മാധ്യമക്കാരുമാണ്. അപ്പോൾ അവർക്കൊരു കേട് വരാതെ സംരക്ഷിക്കാനുള്ള ബാധ്യത നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ആ ഉത്തരവാദിത്വം പലപ്പോഴും നമ്മളെ അവതരിപ്പിക്കുന്നവർക്കോ നിങ്ങൾ മാധ്യമക്കാർക്കോ സാധിക്കാൻ വരാറില്ല. ഒരു ചെറിയ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരിക്കുമ്പോൾ ആദ്യം ചാടിക്കയറുന്ന സിനിമാ നടന്മാരുടെ തലപ്പത്തൊട്ട ഒരു കഞ്ചാവ് വന്നു. ഇവിടെ നാട്ടിൽ കഞ്ചാവ് വലിച്ച് തള്ളുന്ന എത്രയോ പേര് ഒരു പ്ലേ ഗ്രൗണ്ടിൽ പോയാൽ കാണാൻ 1000 പേര്. ഏതെങ്കിലും ഒരു സിനിമാ നടൻ അറിയാതൊന്ന് വലിച്ചു പോയി, അവൻ വലിച്ച് പിറ്റേ ദിവസം ഹൈലൈറ്റ് ഈ സിനിമാ നടൻ വലിച്ചു. ശരിയല്ല ഞാൻ പറഞ്ഞു? അപ്പം ഇതൊരു വല്ലാത്ത ഉത്തരവാദിത്തം. നിങ്ങൾ ആ ഇമേജിനെ നിങ്ങൾ അല്ല, പറ്റില്ല. ഞാൻ പറഞ്ഞ അതിനെ ന്യായീകരിക്കുകയല്ല. പക്ഷെ സമൂഹത്തിൽ ഒരു സമൂഹ ജീവിയായിട്ട് ഇവനൊരു മനുഷ്യനാണ് എന്നുള്ള തോട്ട് പ്രോസസ്സ് പലപ്പോഴും ഇത് പ്രൊട്ടക്ട് ചെയ്യേണ്ട ആൾക്കാർ മറന്നു പോകുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. കാരണം ഇവനൊരു മനുഷ്യനല്ലേ. ഇപ്പം ഞാൻ ചോദിക്കണത്, നടനായി പോയി എന്നുള്ളത് കൊണ്ടിട്ട് ഇവൻ്റെ ഉള്ളിൽ ഇവൻ വളർന്നു വന്ന ജീവിത സാഹചര്യങ്ങളോ ഇവൻ്റെ ചിന്തകളോ ഇവൻ്റെ പ്രായത്തിൻ്റെതായ കളിതമാശകളോ വല്ലതും പോവോ? നിങ്ങളിപ്പോൾ ചാനലിൽ ആളായിട്ടിരിക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വകാര്യതകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവില്ലേ? അത് നിങ്ങൾ കഥ അടച്ചിട്ടിട്ടെങ്കിലും നിങ്ങൾക്കൊന്ന് 2 തെറി പറയണമെങ്കിലും ചിലപ്പോൾ ചാനലിന് പോയി പറയാൻ പറ്റില്ല. 2 തെറി പറയണമെങ്കിൽ നമ്മളൊക്കെ ചെയ്യുന്ന പണി ഏതാ? കഥയൊക്കെ കുറ്റിയിട്ട് 2 തെറി പറഞ്ഞാൽ ഓക്കെ. ഏതറിയോ അവിടെ ബിഗ് ബോസ് മൈ ബോസിൽ ഷാജോൺ ഇത് സത്യമാണ്. കാര്യം നമുക്ക് എവിടെയെങ്കിലും ഒന്ന് നമുക്ക് നമ്മുടെ വികാരങ്ങളൊന്ന് എക്സ്പ്ലോഡ് ചെയ്യണ്ടേ സാധനം. അപ്പം അതിന് ഈ തൊഴിൽ ചെയ്യുന്നവർക്ക് പറ്റത്തില്ല. അതാവസ്ഥ. നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു, കരുതേണ്ടിയിരിക്കുന്നു. നമ്മൾ ഉറക്കത്തിൽ പോലും ഞങ്ങൾ തമാശയ്ക്ക് ഞങ്ങളുടെ ലൊക്കേഷനിൽ പോയി ഉറക്കുമ്പോൾ നടീനടന്മാർ കാല് അനക്കിക്കൊണ്ടിരിക്കും. കാരണം ഇല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പറയും ജയൻ ചത്തുപോയി, അടുത്ത ആളെ വിളിച്ചു കേട്ടോ എന്ന് പറയും. എൻ്റെ വർക്ക് പോകും, കളിയാക്കി പറയും. നടന്മാർ ഉറങ്ങും. ഞാൻ അത് പറഞ്ഞോണ്ട് ചോദിക്കാട്ടോ. കഴിഞ്ഞ ദിവസം മണിമുള്ള രാജചേട്ടൻ ഇന്റർവ്യൂ ചെയ്തായിരുന്നു, ചോട്ടാ മുമ്പയുടെ റീ റിലീസ് ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ രാജചേട്ടൻ പറഞ്ഞായിരുന്നു, എനിക്ക് പെട്ടെന്നൊരു കോള് വന്നു ഒരാൾ, ചേട്ടാ ജീവനോടെ ഉണ്ടോ? ഉണ്ട്. എന്താ? അയ്യോ ചേട്ടൻ മരിച്ചില്ലേ? ഞാൻ അപ്പോൾ ഇല്ല, മരിച്ചത് കലാപവും മണി, ഇത് മണിയമ്പിള്ള രാജുവാണ്. അതായത് ഈ മണി എന്നുള്ളൊരു പേരുള്ളത് കൊണ്ട് പിന്നെ ഇത് എല്ലായിടത്തും പോയി രാജുവേട്ടൻ രസകരമായിട്ട് പറഞ്ഞത്. പക്ഷേ ഇപ്പൊ ജയചേട്ടൻ പറഞ്ഞപ്പോൾ ഓർത്ത് ഇത് എപ്പോഴും നമ്മളിങ്ങനെ കോൺസ്റ്റന്റ്ലി ഉണ്ടെന്ന് അറിഞ്ഞോണം. ഇപ്പൊ അല്ലെങ്കിൽ അല്ല, അതാണ് നമ്മളൊക്കെ കുറേ ആയിട്ട് ഇപ്പം നമുക്കത് ട്രെയിൻഡായി. എങ്കിലും നമ്മളിപ്പോൾ ഒരു ജംഗ്ഷനിൽ പോയി ഒരു തർക്കമുണ്ടായി. നമ്മൾ മനുഷ്യനാണ്, നമുക്ക് ദേഷ്യം വരും. പക്ഷെ നമ്മൾക്ക് ദേഷ്യം വരുമ്പോൾ നമുക്ക് പറയാവുന്ന കാര്യങ്ങൾക്ക് നമ്മൾ നടനായി പോയോണ്ടൊരു പരിധിയുണ്ട്. ഇതിനകത്തൊരു കാര്യം എന്നറിയോ, എല്ലാവർക്കും ഇതിനോട് ഇഷ്ടവും ആരാധനയും ഉള്ളതോടൊപ്പം തന്നെ അസൂയയുണ്ട് എല്ലാവർക്കും. കാരണം എനിക്ക് എത്താമായിരുന്നതിൽ അവൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഇത്രത്തോളം സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതോടൊപ്പം നമ്മുടെ ഒരു പിഴവ് ഉണ്ടെങ്കിൽ എവരി വൺ വിൽ ബിക്കം ഓപ്പോസിറ്റ്. നേരെ ഉൾട്ടയടിക്കും. നമ്മളെ താറടിച്ച് കാണിക്കാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും. ഒരു ചെറിയ മിസ്റ്റേക്ക് മതി, മനസ്സിലായില്ലേ? അത് അങ്ങനെ അതൊരു ഹ്യൂമൻ നേച്ചറാണ്. ഇതിപ്പോൾ ഞങ്ങൾക്കൊരു ശീലമായി.
നമ്മളതുകൊണ്ട് ഈ അല്ല എനിക്ക് ജയൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ജയൻ ചേട്ടൻ ഇപ്പൊ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും കൂടിയാണ്. അതായത് നടനേക്കാളുപരി അതിന്റെ കൂട്ടത്തിൽ അതിൽ ആ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അതും കൂടെ അലിയിക്കുമ്പോഴാണ് ഞാൻ ഈ നമ്മള് ശീലിക്കുക എന്ന് പറഞ്ഞ പോലെ വിവരക്കേട് പ്രവർത്തിക്കാതിരിക്കാനും പറയാതിരിക്കാനും നമ്മൾ പ്രത്യേകം പരിശീലിച്ചുകൊണ്ടിരിക്കുക. കാരണം അങ്ങനത്തെ ഒരു അപകട ഘട്ടത്തിലോട്ട് വരുമ്പോൾ നമ്മൾ പിൻവാങ്ങിക്കളയുക എന്നുള്ളതാണ്. അല്ല, പക്ഷെ ഇപ്പൊ പറഞ്ഞില്ലേ ഇപ്പം അസൂയാണെന്നുള്ളത്, ഈ സാധാരണ പ്രേക്ഷകർക്ക് അതിനകത്ത് നടക്കുന്ന കാര്യങ്ങളും അറിയണമെന്നുള്ള ഏറ്റവും കൂടുതൽ ആഗ്രഹങ്ങളുണ്ട്. ഇപ്പൊ ഒരു സിനിമാക്കാരന് ഉണ്ടാവുന്ന ഒരു പ്രശ്നം ഇപ്പൊ ജയൻ ചേട്ടൻ പറഞ്ഞു, ഒരു വാർത്തയാവുന്നതിന് പോലെ അല്ല മറ്റൊരു വേദിയിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ. അതിനൊരു ഉദാഹരണം പറയാം. ഞങ്ങളുടെ ചേർത്തലയില് ഇപ്പൊ അത് കേൾക്കുമ്പോ ചിലപ്പോ എന്നെ തെറി പറയും. ചേർത്തല സ്വന്തം നാടിനെ പറ്റിയാണ്. അതെ, എനിക്ക് അവിടെ അല്ലേ പറയാൻ പറ്റും, എൻ്റെ നാടാണ്. അവിടെ ഞങ്ങൾ വൈകുന്നേരം ചേർത്തല അമ്പലത്തിൻ്റെ വാതിക്ക് ഞങ്ങൾ സുഹൃത്തുക്കളെല്ലാവരും കൂടെ പോയിട്ട് ഞങ്ങൾ ആ അമ്പലത്തിൻ്റെ വാതിക്ക് ഒരു ചാരങ്ങാട് ഫേബ്രിക്സ് ഉണ്ട്, അതിൻ്റെ വാതിക്ക് അതിൻ്റെ തിണ്ണയിൽ പോയിട്ട് ഞങ്ങൾ കുറച്ച് പേര് പോയി വൈകുന്നേരം. നിസാര ആൾക്കാരൊന്നും അല്ല കേട്ടോ, അവിടെ കഥാപ്രസംഗം പറയുന്നവരുണ്ട്, സർക്കാർ ഉദ്യോഗത്തിൽ നിന്ന് റിട്ടയർ ചെയ്തവരുണ്ട്, വലിയ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ലീഡേഴ്സുണ്ട്, വലിയ ഒരു പ്രൊഡ്യൂസറുണ്ട്, വലിയൊരു അസോസിയേറ്റ് ഡയറക്ടറുണ്ട്. അപ്പം സിനിമയും കലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കും നാടക നടന്മാരുണ്ട്, രാജൻ ബി ദേവിൻ്റെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഇത്രയും പേരൊക്കെ ഉണ്ട്. ഇവർക്കെല്ലാവർക്കും സിനിമ എന്ന് വെച്ചാൽ ഭയങ്കര ഒബ്സഷനും ഭയങ്കര ആഗ്രഹവുമാണ്. അപ്പോൾ ഏത് സിനിമ വന്നാലും ഇടിച്ചു തള്ളി ഫസ്റ്റ് ഡേ പോയി സിനിമ കാണും. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് രണ്ട് അല്ലാത്തവരുണ്ട്. അപ്പോൾ ചിലവർ വന്നിട്ട് ചില ആൾക്കാർ വന്നിട്ട് ഈ പോസ്റ്റർ കണ്ടിട്ട് ഇത് ഗുണം പിടിക്കത്തില്ല, ഈ പോസ്റ്റർ കണ്ടിട്ടേ ഇത് ഗുണം പിടിക്കത്തില്ല, ഇത് പോകാം കേട്ടോ എന്ന് പറയും. അപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള മറ്റുള്ളവർ പറയും. കാര്യം ഇത് ആ സിനിമയോടുള്ള വിരോധമല്ല, നമുക്ക് സിനിമയിൽ എത്താൻ പറ്റാതെ വരുമ്പോൾ നമുക്ക് മറ്റുള്ളതിനെ ഒന്ന് എത്തുന്നിടത്തോട്ട് നമുക്കൊരു വല്ലാത്ത മനപ്രയാസ, നമുക്കതിനെ അംഗീകരിക്കാം. പക്ഷേ അത് മാറും, കുറച്ച് കഴിയുമ്പോഴേക്ക് നമുക്ക് ആ വിഷമം മാറും, ഇതിനെ ഉൾക്കൊള്ളാൻ തുടങ്ങും. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ ഇത് നടക്കണ സംഭവമല്ല, ഞങ്ങൾ കളിയാക്കി പറയുന്നത്, പിന്നെ കാണേണ്ടവരാണ്. പിന്നെ അല്ല, ഇത് ഞങ്ങൾ കളിയാക്കി പറയുന്നതാ, മനസ്സിലായി? തമാശക്ക് ഞങ്ങൾ ചേട്ടൻ ഇപ്പോൾ പോസ്റ്റർ കണ്ടിട്ട് പറയും കേട്ടോ അതിൻ്റെ റിസൾട്ട് എന്താന്ന് പറയും. ഇത് നമ്മൾ ചില ആൾക്കാരെ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് കളിയാക്കി ഫ്രീഡം കൊണ്ടിട്ടും സ്വാതന്ത്ര്യം കൊണ്ടുള്ള തമാശയാണ്. പക്ഷേ ഇത് സാധാരണക്കാരൻ്റെ മനസ്സിൽ വർക്കൗട്ട് ചെയ്യുന്ന ഒരു സൈക്കോളജിയാണ്. അപ്പം ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ഇതൊക്കെ നല്ലത് വന്നാൽ കൈയടി മേടിക്കാൻ ഉത്തരവാദിത്വം ഉണ്ടെന്ന്, അല്ലെങ്കിൽ പ്രിവിലേജ് ഉണ്ടെന്ന് പറയുന്ന പോലെ ചീത്ത വന്നാൽ തെറിയേക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മളവർക്ക് കൊടുത്തേ പറ്റൂ. അതാ പറഞ്ഞു, ഇപ്പൊ നടനല്ലാത്തതിനുപരി എങ്ങനെയുണ്ട് ജയൻ ചേട്ടാ അമ്മയുടെ എക്സിക്യൂട്ടീവ്? നന്നായിട്ട് പോവല്ലേ, നന്നായിട്ട് അംഗമായിട്ട് നിൽക്കുന്നതിൽ അംഗമല്ല, വൈസ് പ്രസിഡന്റ്. അല്ല, നന്നായിട്ട് പോകുന്നു. സംഘടന നല്ലതാണ്, ഒരുപാട് നന്മകൾ ചെയ്യുന്നൊരു സംഘടനയാണ്. അതിലാണ് നമ്മൾ, കാരണം അത് ഇറ്റ്സ് എ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ. നമ്മൾ അതിനെ വലിയ ഗ്ലോറിഫൈ ചെയ്യേണ്ട കാര്യമില്ല. ഒരു 506 മെമ്പേഴ്സുള്ള സിനിമ പ്രവർത്തിക്കുന്ന നടീനടന്മാരുടെ സേവനത്തിന് വേണ്ടിയുള്ള ഒരു സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ചാരിറ്റബിൾ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സംഘടനയാണ്. അതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ നടീനടന്മാരെ സേവിക്കുക, സ്നേഹിക്കുക, സഹായിക്കുക. കാരണം നിങ്ങൾ കാണുന്ന, നിങ്ങളുടെ മനസ്സിൽ നടൻ എന്ന് പറഞ്ഞാൽ ആദ്യം വരുന്ന ലാലേട്ടന്, മമ്മൂക്ക, അങ്ങനത്തെ നായക നിരയിലുള്ളവർ. പിന്നെ രണ്ടാമത് വന്ന് ഇപ്പോൾ സിദ്ദിഖ്, അങ്ങനെയുള്ള സിദ്ദിഖേട്ടനെ പോലെയും ജഗദീഷ് ഏട്ടനെ പോലെയൊക്കെയുള്ള സഹനടൻ അല്ലെങ്കിൽ ലീഡ് അങ്ങനെ തൊട്ട് നിൽക്കുന്ന. അതിനപ്പുറം മലയാള സിനിമയിൽ മുൻകാലങ്ങളിൽ വർക്ക് ചെയ്തവരും പുതിയതായിട്ട് വരുന്നവരും അല്ലെങ്കിൽ കുറച്ച് പടങ്ങൾ പൊട്ടി വർക്കില്ലാതായവരുമായ ഒരു 100-400 പേര് ആ സംഘടനയിലുണ്ട്. ഒരു 100 പേരല്ലേ ലൈം ലൈറ്റിലുള്ളൂ. ബാക്കി 506 പേര് സാധാരണക്കാരായ ആൾക്കാരാണ്. അവർക്കൊരു വർഷം ഒരു 1-2 പടം കിട്ടിയാൽ തന്നെ അവരുടെ കുടുംബം പോറ്റാൻ പറ്റുന്ന പൈസ കിട്ടണം, അവർക്ക് വർക്ക് വേണം, അവർക്ക് മരുന്ന് വാങ്ങിക്കണം. ഈ രോഗത്തിനറിയില്ലല്ലോ സിനിമാ നടനാണെന്നുള്ളത്. ശരീരത്തിന് രോഗം ബാധിക്കുമ്പോൾ സിനിമാ നടന രോഗം കുറയ്ക്കുക, സ്റ്റാറിന് കൂട്ടുകയും ബാക്കിയുള്ളവർക്ക് കുറയ്ക്കുക, അങ്ങനെയൊന്നും ഇല്ലല്ലോ. അസുഖം ആർക്കും വരാം. അപ്പോൾ ഇവരെ പരിരക്ഷിക്കാനും ഇവർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കാനും ഓറിയൻറ്റഡ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു സംഘടന മാത്രമാണ്. അതിനകത്ത് വേറെ ആരെയും നമുക്ക് മര്യാദ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ നല്ല നടപ്പ് പഠിപ്പിക്കാനോ നീ ചെയ്ത തെറ്റാണെന്ന് പറയാനോ ഒന്നുമുള്ള അവകാശമോ സ്വാതന്ത്ര്യം ഒന്നും നമുക്കില്ല. നമ്മൾ അവിടെ ഒരു കൂട്ടായ്മ വർഷത്തിലൊന്ന് കൂടുന്നു, അവർക്കെല്ലാവർക്കും കഴിയുന്നതും നമ്മൾ ഷോയൊക്കെ വെച്ച് പൈസ ഉണ്ടാക്കിയിട്ട് ആ പൈസയിൽ നിന്ന് അവർക്ക് മാസാമാസം പെൻഷൻ കൊടുക്കുന്നു. ഇപ്പം ഞങ്ങൾ വന്നേ പിന്നെ 49 പേർക്കോളം മരുന്ന് വേണ്ട ക്രിട്ടിക്കൽ ഇൽനെസ് ഉള്ളവർക്ക് കൊറിയറിൽ ഫ്രീ ആയിട്ട് എല്ലാ 1-ാം തീയതി 5-ാം തീയതിക്കും ഇടയ്ക്ക് മരുന്നുകൾ എത്തിച്ചു കൊടുക്കുന്നു. അവർക്കൊരു ആക്സിഡൻറ്റ് പറ്റിയാലും എല്ലാ വർഷവും 7 ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസ് ഫ്രീ ആയിട്ട് 5 പൈസ. അതിന് മെമ്പറായ പിന്നെ മരിക്കുന്നവരെ 1 രൂപ തരണ്ട അമ്മയ്ക്ക്, മരിക്കുന്നവരെ.
അവരെ സേവിക്കാനുള്ള ഒരു അവസരമായിട്ട് ഞാനിത് കുറച്ച് ജീവിതത്തിൽ നന്മ ചെയ്യാൻ ദൈവം എവിടെയോ എനിക്കൊരു വിധി ഉണ്ടാക്കിയതിൻ്റെ ഭാഗമായിട്ട് ഞാനിവിടെ എത്തിയെന്ന് മാത്രം കരുതുന്നു. ഇല്ലെങ്കിൽ പറയട്ടെ, ഞങ്ങളുടെ സംഘടനയിലെ മെമ്പറായിരിക്കുന്നത്. ഇതല്ലാതെ നമ്മളവിടെ ഒന്നും ചെയ്യാം. പിന്നെ നമ്മൾ മീറ്റിങ്ങുകൾ കൂടുമ്പോൾ ആരെങ്കിലുമൊക്കെ വന്നിട്ട് കുറച്ച് നല്ല രീതിയിൽ നമ്മളൊക്കെ പോകണമെന്നും നമ്മൾ മോശം ഒന്നും കാണിക്കരുതെന്നും ഒക്കെ പ്രസംഗിക്കാറുണ്ട്, പറയാറുണ്ട്. പിന്നെ നമ്മൾ അവരെയൊക്കെ വിശ്വസിക്കുകയല്ലേ, അവരൊക്കെ നല്ലവരാണ്, അവർ നന്മയെ ചെയ്യുള്ളൂ എന്നുള്ള ഒരു കരുതൽ തന്നെയാണ് ആ സംഘടന. അല്ലാതെ വലിയ ഒരു കോമാളിത്തരവും അവിടെ നമ്മൾ കാണിച്ചു കൂട്ടാറില്ല. ഒരു തെറ്റിനും സംഘടന കൂട്ടു നിൽക്കാറുമില്ല, അതിന് ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെ നിൽക്കാൻ പറ്റിയതൊരു ഭാഗ്യമാണ്. ആ സംഘടനയിലൂടെ ഒരുപാട് അമ്മമാരും അച്ഛന്മാരും ഒക്കെ എനിക്കിപ്പോൾ അറിയാം. ഇന്നലെ എന്നെ ഒരു ചേച്ചി വിളിച്ചിട്ട് ചോദിച്ചു, ജയ ഇന്ന് പൈസ വന്നത്. സംഭവം വേറൊന്നുമല്ല, KYC ചെയ്തില്ല ബാങ്കിൽ. അപ്പോൾ ബാങ്കിൽ പൈസ വന്നു, അത് സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷനാ, പക്ഷെ മെസ്സേജ് വന്നില്ല. അപ്പോൾ എന്നെ വിളിച്ച് ചോദിച്ചു. ഞാൻ ചേച്ചി ഓടിപ്പോയി ബാങ്കിൽ പോയി KYC. അപ്പോൾ രാത്രി എന്നെ തിരിച്ചു, ജയ പൈസ വന്ന് KYC ചെയ്യാത്തതുകൊണ്ട് കേട്ടോ, ബാങ്കിൽ പൈസ വന്ന് കിടപ്പുണ്ട്. 5000 രൂപ മാസം കിട്ടുന്നത്. ഇപ്പം ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ കുറച്ച് കഷ്ടത അനുഭവിക്കുന്ന കുറച്ച് പേരെ, അതിനകത്ത് തീരെ വർക്കില്ലാത്ത ആരോഗ്യ പ്രശ്നമുള്ള പ്രായമായ കുറച്ച് പേരെ കണ്ടുപിടിച്ചിട്ട് അവർക്കൊരു 2000 രൂപ കൂടെ കൂട്ടാൻ പോവാണ്. ഒരു 7000 രൂപ പെൻഷനാക്കാൻ പോവാണ് ഞങ്ങൾ മാസം. അതുപോലെ ഇനി ഒരു 50 പേർക്ക് കൂടെ പെൻഷൻ തന്നെ കൊടുക്കും. ഇപ്പം 106 പേർക്ക് ഇപ്പം പെൻഷൻ കൊടുക്കുന്നുണ്ട്. അത് 150 കൊണ്ടു നിർത്താനുള്ള ശ്രമമാണ്. അതിനൊരു കമ്മിറ്റിയെ രൂപീകരിക്കും ഈ ജനറൽ ബോഡി 22-ാം തീയതി. അപ്പം നല്ലത് അപ്പോഴാണ് കമ്മിറ്റി, ആ ജനറൽ ബോഡി കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളവരെ സെലക്ട് ചെയ്ത് അതിനൊരു കമ്മിറ്റി അതിനകത്ത് നിന്ന് എടുക്കും. കാര്യം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ളവർ മാത്രം വേണ്ട. തീരുമാനം പ്രാബല്യത്തിലായി. പക്ഷേ ആ ആൾക്കാരെ സെലക്ട് ചെയ്യാനുള്ള ചുമതല നമ്മൾ ഓർഡിനറി മെമ്പേഴ്സിന് വരെ കൊടുക്കാൻ പോകും. അതൊരു ജനാധിപത്യമാണ്. ഈ സംഘടനയിൽ ഇപ്പം നമ്മൾ നടപ്പാക്കുന്നത് മുൻകാലങ്ങളിൽ നിന്ന് കുറച്ച്, കാരണം ഓരോ വർഷം കഴിയുന്തോറും സംഘടന നന്നാവണം എന്നാഗ്രഹിക്കുന്ന പ്രവർത്തകനാണ് ഞാനും എല്ലാവരും. അപ്പം നമ്മൾ കുറേ കൂടെ ജനാധിപത്യം ഇതിനകത്ത് കൊണ്ടുവരാനുള്ള ശ്രമമാണ്. ആൾക്കാരെ സെലക്ട് ചെയ്യാനുള്ള ചുമതല മുമ്പ് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ആയിരുന്നു. ഇപ്പോൾ വേണ്ട, സാധാരണ മെമ്പേഴ്സ് തന്നെ സെലക്ട് ചെയ്യട്ടെ. അപ്പോൾ അവരുടെ കൂടെ പങ്കാളിത്തം അതിനകത്തുണ്ടാവും. അതുപോലെ ഞങ്ങൾ വർക്കിംഗ് കമ്മിറ്റി എന്നും പറഞ്ഞിട്ട് ഇപ്പം ഈ ഇലക്ഷന് പങ്കെടുക്കാൻ ഈ കൈനീട്ടം വാങ്ങിക്കുന്നവർക്ക് നിയമപ്രകാരം ബൈലോ അവർക്ക് സ്ഥാനാർത്ഥിയാകാൻ പറ്റില്ല, സ്ഥാനങ്ങളിലോട്ട് വരാൻ പറ്റില്ല. കാരണം സംഘടനയിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നവർക്ക് ബൈലോ പ്രകാരം സ്ഥാനങ്ങളിൽ വരാൻ പറ്റില്ല. അപ്പോൾ അവരെ നമുക്ക് ഇൻവോൾവ് ചെയ്യിക്കാൻ എന്ത് പറ്റും? അതിന് നമ്മൾ അടുത്ത വഴി കണ്ടുപിടിച്ചു. സ്റ്റാൻഡിങ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു സപ്പോർട്ടിംഗ് ടീം നമുക്ക് എല്ലാ ജില്ലയും പ്രതിനിധാനം ചെയ്ത് ഓരോരുത്തർ വേണം. 14 ജില്ലയിൽ നിന്നും പ്രതിനിധിയായിട്ട് ഓരോരുത്തർ. അപ്പോൾ 14 പേരായി. അവർക്ക് സപ്പോർട്ട് വേണം ഓരോരുത്തരുടെയോ, അല്ലെ പകുതി 2 സ്റ്റേറ്റ്, അങ്ങനെ അത് തീരുമാനമായില്ല. പക്ഷെ എന്തായാലും അടുത്ത 22-ാം തീയതിയിലത്തെ കമ്മിറ്റിക്ക് ശേഷം 1 മാസത്തിനകം എന്നാണ് എൻ്റെ കണക്കൂട്ടൽ, എല്ലാ ജില്ലയിൽ നിന്നും ഒരു പ്രതിനിധി അമ്മയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന് പറയുന്ന ഇലക്ഷനിലൂടെ അല്ലാതെ നോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു തട്ട്, ഒരു നമ്മുടെ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് എക്സിക്യൂട്ടീവ് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് തൊട്ട് താഴെ ഒരു കമ്മിറ്റി വരും. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് മെമ്പേഴ്സിലോട്ട് അല്ലാതെ അതിന്റെ താഴെ ഒരു മിഡിൽ ബെഞ്ച് കുറച്ചുകൂടെ ആൾക്കാരെ സഹായിക്കും. ഇതൊക്കെ ചെയ്യുന്നത് നമുക്ക് ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ട്. ഇത് മാത്രമേ ഉള്ളൂ ഇന്റൻഷൻ. അതിനുള്ള തയ്യാറെടുപ്പാണ്. പക്ഷേ ഇത് ബാക്ക് ഫയർ ചെയ്യാറില്ലേ ചേട്ടാ പലപ്പോഴും? ബാക്ക് ഫയർ ചെയ്യുന്നത് നമുക്ക് നല്ലത്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സെൻട്രൽ മിനിസ്ട്രി ആയാലും കേരള മിനിസ്ട്രി ആയാലും ചെയ്യുന്ന പല കാര്യങ്ങളും, ജനങ്ങൾക്ക് നന്മയ്ക്ക് വേണ്ടി മനസ്സിൽ കണ്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ഓരോരുത്തരുടെ ഇൻ്റർപ്രിറ്റേഷൻ അനുസരിച്ച് മാറിപ്പോവാറില്ലേ? ഇത് ബാക്ക് ഫയർ ആവാനുള്ള സാധ്യതകൾ മനസ്സിൽ കണ്ടിട്ട് തന്നെയാണ് ഈ സ്റ്റെപ്പിലോട്ട് പോകുന്നത്. അത് ബാക്ക് ഫയർ ആവരുത്. അതുകൊണ്ടാണ് റെപ്രസെൻറ്റേറ്റീവ്സിനെ എല്ലാ ജില്ലയിൽ നിന്നും വെക്കുന്നത്. ഒരാൾക്കും പ്രത്യേക പരിഗണനകളൊന്നുമില്ല. ഇതിനകത്ത് നമ്മൾ പരിഗണിക്കുന്നത് വർക്കുണ്ടോ ഇല്ലയോ. അവർക്ക് അതുപോലെ ഈ അടുത്ത അതും കൂടെ ഇതിൻ്റെ കൂടെ പറയണം. ഇപ്പം നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറയാം, അമ്മയിലെ എല്ലാ അംഗങ്ങൾക്കും വർഷത്തിൽ ഒരു തൊഴിൽ അവൻ്റെ അവകാശമാണെന്ന് ഞങ്ങൾ സ്ഥാപിക്കാൻ പോകും. അമ്മ ഇടപെട്ട് 506 പേർക്കും ഒരു വർക്കെങ്കിലും ഒരു വർഷം കൊടുക്കാൻ സാധിക്കണം. അത് കഴിഞ്ഞില്ലെങ്കിൽ അത് ഞങ്ങളുടെ പരാജയമായിട്ട് ഞങ്ങൾ കണക്കാക്കും. അത് ഞങ്ങൾ തീരുമാനം എടുത്തിരിക്കും. തൊഴിൽ അവകാശമാണ്. അതിപ്പോൾ ഞങ്ങൾ കൊണ്ടുവരാൻ പോവാം, നടപ്പാക്കാൻ പോവാണ്. കമ്മ്യൂണിസം ഒന്നും അല്ല കേട്ടോ, അതൊന്നും പറഞ്ഞു കളയരുത്. അല്ല, അത് ഇപ്പൊ ഇത് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കണം. അപ്പൊ എങ്ങനെയാണ് നിർമ്മാതാക്കളെ നിങ്ങൾ അപ്രോച്ച്? ഞങ്ങള് അതിനു വേണ്ടിയുള്ള സാധനം ആരംഭിച്ചു കഴിഞ്ഞു. ഞങ്ങള് നമ്മുടെ ലിസ്റ്റ് ഉള്ള ആൾക്കാരുടെ പ്രൊഫൈല് കമ്പ്യൂട്ടറിൽ വെച്ചിട്ട് നമ്മൾ ലിസ്റ്റ് ഓഫ് ആർട്ടിസ്റ്റ്, അവരുടെ ഇപ്പോഴത്തെ ഫോട്ടോ, പഴയ ഫോട്ടോ, അവരുടെ പെർഫോമൻസ് വീഡിയോ എല്ലാം അവരുടെ പ്രൊഫൈൽ അമ്മ ഉണ്ടാക്കും. ഇവരെ കൂടെ ഇപ്പോൾ ബാലാജിയുടെ വേണമെങ്കിൽ ബാലാജിയെ വിളിക്കും, എടാ നിൻ്റെ ഏതൊക്കെ വീഡിയോസാണ് വേണ്ടത്, എന്തൊക്കെ ഫോട്ടോസാണ്, അത് മുഴുവൻ അയച്ചു തരാം. ഞങ്ങളൊരു ഡയറക്ടറി ഉണ്ടാക്കും. ഈ ഡയറക്ടറി ഞങ്ങൾ ഫെഫ്കയോട് സംസാരിച്ചു കഴിഞ്ഞു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനായിട്ട് ഞങ്ങൾ സംസാരിക്കും. അവരോട് പറയും നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ആദ്യം ഫസ്റ്റ് പ്രിഫറൻസ് ഷുഡ് ബി ഗിവൺ ടു പേഴ്സൺ ഫ്രം അമ്മ.
അപ്പം ഇതിലുള്ള ആരും തൊഴിലവകാശമാണ്. ഒരു വർഷത്തിൽ ഒരു തൊഴിൽ, ഒരു വർക്കെങ്കിലും, ഒരു ദിവസമെങ്കിലും അവന് വർക്ക് കൊടുക്കാൻ അമ്മയ്ക്ക് സാധിക്കണം. അത് ഞങ്ങൾ ഇത്തവണത്തെ ഞങ്ങളുടെ പുതിയ അജണ്ടയാണ്. ഈ വരാൻ പോകുന്ന ഇലക്ഷനിൽ ഞങ്ങൾ വെക്കാൻ പോകുന്ന പുതിയ അജണ്ടയാണ്. ഒരു വർഷം ഒരു തൊഴിലെങ്കിലും ഇവിടുത്തെ ഓരോ മെമ്പറുടെ അവകാശമാണെന്ന് ഞങ്ങൾ നെഞ്ചത്ത് കൈവച്ച് പറയാൻ പോവാണ്. ദൈവം സഹായിച്ച് നടക്കും. സംഭവിക്കട്ടെ. ഇതുവരെ പറഞ്ഞെല്ലാം നടന്നിട്ടുണ്ട്. ഇതായിരിക്കുന്ന ആൾ ചോദിച്ചു നോക്കിയാൽ ഇതുവരെ ഞങ്ങൾ മരുന്ന് എല്ലാവർക്കും ഫ്രീ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്ലൈ ചെയ്ത എല്ലാവർക്കും നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നു, പൈസ കൊടുക്കാൻ സാധിക്കുന്നു. ഞങ്ങൾ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നു. അപ്പോഴും ഞങ്ങൾ ഈ കഴിഞ്ഞ വർഷം അഡ്ഹോക് കമ്മിറ്റി ആയിരുന്നു. എങ്കിൽ പോലും ഞങ്ങൾ കയറുമ്പോൾ 4 കോടി രൂപ മാത്രം ഉണ്ടായിരുന്ന സംഘടനയിൽ ഇന്നത്തെ സമ്പാദ്യം 7 കോടി രൂപയാണ്. ഞങ്ങൾ ഈ അഡ്ഹോക് കമ്മിറ്റി നമ്മൾ കുടുംബസംഗമവും മറ്റ് ഷോയും നടത്തി ഒരു 3 കോടി രൂപ എടുത്ത് സമാഹരിച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ കുടുംബസംഗമം നടത്തിയപ്പോഴും ഇഷ്ടംപോലെ സമ്മാനങ്ങൾ, ഏതാണ്ട് 10, 25, 50 ഇഞ്ചിൻ്റെ TV 10 എണ്ണം, 50 ലാപ്ടോപ്പ്, വാഷിംഗ് മെഷീൻ. ഇതാ ഇവർക്കൊക്കെ എനിക്കൊന്നും ഒരു അടയ്ക്കാൻ മിഠായി പോലും കിട്ടിയില്ല. നമ്മൾ ഭക്ഷണവും കഴിച്ചില്ല. കാരണം ഓർഗനൈസ് ചെയ്യാനുള്ള ടെൻഷനിൽ ഓടുക. ഞാനും ബാബുരാജും അതിൻ്റെ ഭയങ്കര ഒരു കോർഡിനേറ്ററാണ്. പിന്നെ ബാക്കിയുള്ളവരെല്ലാം സഹായിക്കാറുണ്ട്, എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കതൊരു ഒപ്പം ഞങ്ങൾ വർക്ക് ചെയ്യാൻ. ഇപ്പം എനിക്ക് ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ നമ്മളതിന് പോകും. അപ്പോഴും ഫോൺ ഉണ്ടല്ലോ കയ്യിൽ. ഒരു ഫോൺ അമ്മയ്ക്ക് വേണ്ടി മാത്രം വെച്ചിരിക്കുകയാണ്. ആ നമ്പർ അമ്മയുടെ കാര്യങ്ങൾ മാത്രം ഡീൽ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഉള്ളിടത്തോളം കാലം നന്മ ചെയ്യാൻ ബുദ്ധി തരണേ, കഴിവ് തരണേ എന്ന് മാത്രമേ പ്രാർത്ഥനയുള്ളൂ. ഓക്കെ, ഞാൻ ചേട്ടാ, ഇത് എൻ്റെ ചോദ്യമാണ്. കാരണം പ്രേക്ഷകർ ചോദിക്കുമല്ലേ, എന്തുകൊണ്ട് ചോദിച്ചില്ല. എന്താണ് ഉണ്ണി മുകുന്ദൻ, വിപിൻ കുമാർ ഇഷ്യൂ? ആ ഇഷ്യൂ വളരെ രീതിയിൽ കത്തുന്നുണ്ട്. അത് 2-3 അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. പ്രേക്ഷകർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്, ആളുകൾ കൺഫ്യൂസ്ഡ് ആണ്. കാരണം വിപിൻ വന്നിട്ട് പറയുന്നു ഉണ്ണി മാപ്പ് പറഞ്ഞു. നിങ്ങളുടെ ഇടയിൽ 4 മണിക്കൂറോളം നീണ്ട ചർച്ചയാണ് നടന്നത്. അതിനുശേഷം വിപിൻ വന്ന് പറയാണ് ഉണ്ണി മാപ്പ് പറഞ്ഞു. എന്നാൽ ജയൻ ചേർത്തല എന്ന വൈസ് പ്രസിഡന്റ് പറയുന്നു ഉണ്ണി മുകുന്ദൻ മാപ്പ് പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നതിനെ കൂട്ടുന്നില്ല. ഈ ചോദ്യം മാത്രം ഞാൻ സിനിമയുടെ പരസ്യ പ്രചരണമാണിത്. ഈ ഒരു ചോദ്യം കൂടെ ഞാൻ ഉത്തരം പറയാം. ഇത് ജനങ്ങൾക്ക് സംശയം മാറ്റാൻ വേണ്ടി പറയാം. അന്നത്തെ മീറ്റിങ്ങിന് ഫെഫ്ക നേതൃത്വം നൽകി അമ്മയും ഫെഫ്കയും കൂടി മീറ്റിംഗ് വെക്കുന്നു. ആദ്യത്തെ ഒരു ദിവസം വെച്ചിട്ട് ഉണ്ണിയേട്ടൻ ആശുപത്രിയിലായിരുന്നുകൊണ്ട് നടക്കാതെ പോകുന്നു. ഇന്നലെ ശനിയാഴ്ച ഞാൻ ഇങ്ങോട്ട് വരാൻ താമസിച്ചതുപോലും അതുകൊണ്ടാണ്. ഞങ്ങൾ 3:30 മണിക്ക് മീറ്റിംഗ് തുടങ്ങുകയാണ്. അതിനകത്ത് അമ്മയ്ക്ക് വേണ്ടിയിട്ട് ബാബുരാജ്, ഞാൻ, അനന്യ, ജോമോൾ. ഫെഫ്കയ്ക്ക് വേണ്ടിയിട്ട് ബി ഉണ്ണികൃഷ്ണൻ സാറ്, സോഹൻ സീനുലാൽ, പിന്നെ അദ്ദേഹം ഉണ്ടായിരുന്നു. ആര്? ഉണ്ണി മുകുന്ദൻ ഉണ്ടായിരുന്നു, ഈ വിപിൻ ഉണ്ടായിരുന്നു. അവരുടെ പടം ഡയറക്റ്റ് ചെയ്ത വിനു മോഹൻ, അല്ല മറ്റേ മേപ്പടിയാൻ ഡയറക്റ്റ് ചെയ്ത വിഷ്ണു മോഹനെ ഇടയ്ക്ക് നമ്മൾ വിളിച്ചു വരുത്തി. സോറി കേട്ടോ, വാക്ക് തെറ്റിപ്പോയതാണ് വിഷ്ണു. അപ്പം വിഷ്ണു മോഹൻ, ഇത്രയും പേര്. വിഷ്ണു ഒരു 3 മണിക്കൂർ മീറ്റിങ്ങിലുണ്ടായിരുന്നു. ബാക്കി ഞങ്ങളെല്ലാം 4 മണിക്കൂർ തുടക്കം തൊട്ട് അവസാനം വരെ. അവിടെ ക്ഷമാപണം എന്നൊരു സാധനം നടന്നിട്ടില്ല. ഉണ്ണി തെറ്റുകാരനാണെന്ന് ആരും വിധിച്ചിട്ടില്ല. ഇവര് മനസ്സിലാക്കേണ്ട ഒരു സത്യം, ഉണ്ണിയായാലും ഉണ്ണിയുടെ വിപിനായാലും ഈ വിഷ്ണു മോഹനായാലും ഇവർ ഭയങ്കര തിക് ഫ്രണ്ട്സാണ് ചങ്ങാതി. നമ്മൾ വിചാരിക്കുന്ന അടുപ്പമൊന്നുമല്ല ഇവര്. ഉണ്ണിക്ക് വേണ്ടി കല്യാണം ആലോചിക്കുന്നു, ഉണ്ണിയുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, ഉണ്ണിയുടെ പടം വിജയിപ്പിക്കാൻ വേണ്ടി വിഷ്ണു ഡയറക്റ്റ് ചെയ്യാത്ത പടത്തിന് വേണ്ടി ഉണ്ണിയുടെ പടം വിജയിപ്പിക്കാൻ വിഷ്ണു ശ്രമിക്കുന്നു. അവർക്കൊരാവശ്യം വരുമ്പോൾ അവരുടെ കൂടെ ഉണ്ണി നിൽക്കുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് നിൽക്കുന്ന 3 പേരുടെ ഒരു തിക് ഫ്രണ്ട്സാണ് ഇവർ. ഇവർക്കിടയിൽ ആരോ പറഞ്ഞ ഒരു പരാമർശം, അതെനിക്കിപ്പോൾ പുറത്ത് പറയാൻ ആരോ ഇടയ്ക്ക് പറഞ്ഞ ഒരു പരാമർശം ഇവർ തങ്ങളിൽ തെറ്റുക. ഇതാണ് സംഭവിച്ചത്. ഞാൻ പറഞ്ഞ മനസ്സിലായി. നമ്മൾ 3 പേര് നല്ല ഫ്രണ്ട്സാണ്. ഇതിനിടയ്ക്ക് ആരെങ്കിലും വന്നിട്ട് നിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞു, നിങ്ങളത് വിശ്വസിച്ച് എൻ്റെയൊക്കെ ചൂടായ ഞാൻ തിരിച്ചു ചൂടാവും, എനിക്ക് സങ്കടം ഉണ്ടാവും. അപ്പോൾ ഇവൻ കയറി ഇടപെടും. അത് നിങ്ങൾ ആരാ ശരി, നീ പോടാ. എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ഇടിച്ചോ ഇല്ലയോ അതിന് ഒരു തെളിവില്ല. അത് പോലീസ് അന്വേഷിച്ചോട്ടെ, നമ്മുടെ ഉത്തരവാദിത്തമല്ല. പക്ഷേ ഈ 3 പേര്, വളരെ ക്ലോസ് ആയിട്ടുള്ള 3 പേര് തമ്മിലുണ്ടായ ഒരു അഭിപ്രായ വ്യത്യാസ പ്രശ്നമാണ് ഇത് ഇത്രയും വലുതായി. അത് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കാം, കാരണം ഈ ചർച്ചയ്ക്ക് ശേഷം പിന്നെ വിപിൻ പറഞ്ഞ തെറ്റാണ്. കാരണം നിങ്ങൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ വാക്ക് വിശ്വസിക്കണ്ട. ആ ചർച്ച കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോൾ ഞങ്ങളെടുത്തൊരു തീരുമാനം, വിപിനെ വിളിച്ചു നിർത്തുന്നു. അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഓഫീസ് റൂമിൻ്റെ ഗേറ്റിൻ്റെ അവിടെ നിന്നിട്ടായി ലാസ്റ്റ് മൊമെന്റ് ചർച്ച ചെയ്യുന്നത്. ഞങ്ങൾ തീരുമാനിക്കുന്നു, ഒരാൾ ഉത്തരം പറഞ്ഞാൽ മതി. ആര് പറയണം? ഞങ്ങൾ പറഞ്ഞു ഉണ്ണികൃഷ്ണൻ ചേട്ടൻ സീനിയർ മോസ്റ്റ് ആളാണ്, ഫെഫ്കയുടെ ചീഫ്. പുള്ളി പറയട്ടെ ഉത്തരം. പുള്ളി പറഞ്ഞു ഞാൻ പറയാം. ശരി, ആയിക്കോട്ടെ. ഞങ്ങൾ നിൽക്കുന്നത് എന്താണ് പറയാൻ പോണത് ഞങ്ങൾ ചോദിക്കുക, ബ്ലൈൻഡായിട്ടല്ല. എന്താണ് പറയാൻ പോണത്? പുള്ളി പറഞ്ഞു ഇതൊക്കെയാണ് കാര്യങ്ങൾ. കാരണം ഉണ്ണി
ഒരു പെൺകുട്ടിയെക്കുറിച്ച് ഉണ്ണി മോശമായിട്ട് പറഞ്ഞിട്ടില്ല, ഒരു നടനെക്കുറിച്ചും ഉണ്ണി മോശമായിട്ട് പറഞ്ഞിട്ടില്ല. ആരോടുമുള്ള വൈരാഗ്യം അല്ലെങ്കിൽ മറ്റൊരാളുടെ പടം വിജയിക്കുന്നതിനുള്ള കുശുമ്പ് കൊണ്ട് ഉണ്ണി ഒന്നും ചെയ്തിട്ടില്ല, അതൊന്നും ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായി. പിന്നെ മറ്റേ ആളെ കുറിച്ചിട്ട് സ്ത്രീപരമായ പരാതികളൊന്നുമില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായി. ഇത് ദേഷ്യം വരുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളിപ്പം ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചെറിയ അതുപോലെ പറ്റിയതാണിത്. അപ്പം ഇവർ വളരെ തിക്കാണ്. ഇവർ തമ്മിൽ ഒന്നടുത്താൽ ഞാൻ പറയുന്നത് ഇനിയും പഴയതിൽ നല്ല ഫ്രണ്ട്സ് ആകും ഇവർ. മനസ്സിലായില്ലേ? അപ്പോൾ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ പറയുന്നു, ഞാൻ ഇതൊക്കെ പറയാൻ പോവാണ്, നിങ്ങൾ ഓക്കെ ആണോ? ഓക്കെ, കൈ കൊടുക്കുക. ഒന്ന് അമാന്തിച്ചിട്ട് രണ്ടുപേരും കൈ കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങുക. ഒരു കണ്ടീഷൻ, ഉണ്ണി ഒരൊറ്റ ചാനലിനെ കാണരുത്, വിപിൻ ഒരൊറ്റ ചാനലിനെ കാണരുത്, ഞാനേ പറയുള്ളൂ. ഇത് ഞാൻ പറയാൻ പോവാണ്. ഉണ്ണികൃഷ്ണൻ ചേട്ടൻ സത്യസന്ധമായിട്ട് പറയാം, ക്യാമറയാണല്ലോ നമ്മുടെ ദൈവം, ക്യാമറയാണ് സത്യം. പുള്ളി ഒരു വാക്ക് തെറ്റിച്ചില്ല. പുള്ളി ചാനലിൻ്റെ മുമ്പിൽ ഒന്ന് സത്യസന്ധമായിട്ട് പറയുക. നിങ്ങൾക്കല്ലേ, ഞാൻ ഒരുപാട് സംസാരിക്കുന്നയാളാണ്, ചാനലിൻ്റെ മുമ്പിൽ ഒരുപാട് സംസാരിച്ചിട്ടുള്ള, എനിക്ക് ഭാഷ അറിയാത്തതുകൊണ്ടല്ല, പക്ഷേ വാക്ക് പാലിക്കാൻ വേണ്ടി ഞാൻ കയ്യും കെട്ടി പറയുന്നു, ഒരു അക്ഷരം ഞാൻ വേണ്ടിയിട്ട്. എന്താണെന്ന് പറയുക, അത് എത്തിക്സ്, ഒരു സംഘടന എത്തിക്സാണ്. ജയൻ മിണ്ടണ്ട, ജയൻ കൂടെ നിന്നാൽ മതി. ഞാൻ ഉണ്ണിച്ചേട്ടനോ ഫ്രണ്ട് നിൽക്കുന്നത്, ബാക്കിയുള്ളവർ നിങ്ങൾ ആ വിഷ്വൽ കണ്ടു, ഞാൻ തലയാട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. അതിനെന്നെ കളിയാക്കിയ എൻ്റെ സഹപ്രവർത്തകരുണ്ട്, അത് വേറെ ഐറ്റം. ജയൻ തലയാട്ടിക്കൊണ്ട്, എന്തിനാ തലയാട്ടിക്കൊണ്ടെന്നേ, അത് ഞങ്ങൾ ഉണ്ടാക്കിയൊരു തീരുമാനമാണ്. ഉണ്ണിയേട്ടനെ സംസാരിക്കുള്ളൂ, അത് ഉണ്ണിയും മുകുന്ദനും വിപിനും സമ്മതമാണ്. അപ്പം അത്രയും എല്ലാം പ്രശ്നവും തീർന്നു, ഇനി ഒരു പ്രശ്നവുമില്ല. മറ്റേ കേസ് പോലീസ് തീർക്കട്ടെ, ഇടി ഉണ്ടായെന്ന് പറയുന്ന കേസ്. ഉണ്ണി പറഞ്ഞു ഞാൻ ഇടിച്ചിട്ടില്ല, പക്ഷേ പുള്ളി പറയുന്നത് എനിക്ക് വേദനിച്ചോ ഇല്ലയോ എന്നുള്ളത്, എനിക്ക് ഒരു ഇടി ഇവിടെ കിട്ടി എന്ന് പുള്ളി പറയുന്നു. ഒരു ഇടി കിട്ടി എന്ന് പുള്ളി പറയുന്നു, ഉണ്ണി പറയുന്നു ഞാൻ ഇടിച്ചിട്ടില്ല. ഞങ്ങൾ പറഞ്ഞു ശരി, ഇത് നമുക്ക് ഇടപെടാൻ പറ്റത്തില്ല, പോലീസ് തീരുമാനിക്കട്ടെ. അത് ഞാൻ വിടുന്നു. ദൃക്സാക്ഷി ഉണ്ടെന്ന് പറയുന്നു. എന്തിനാ ദൃക്സാക്ഷി എന്ന് നമുക്കറിഞ്ഞൂടാ. ഇടി ഇല്ലെന്നുള്ളതിനാണോ ഇടി ഉള്ളതിനാണോ ഏതിനാ ദൃക്സാക്ഷി എന്ന് നമ്മൾ കോമൺ പീപ്പിൾ നമുക്കറിയില്ല. പക്ഷേ ബാക്കിയുണ്ടായ ഇഷ്യൂ എല്ലാം ഞങ്ങൾ സോർട്ട് ഔട്ട് ചെയ്തു. ഇവരിൽ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സോറി പറയേണ്ട കാര്യമില്ല, ആരും ക്ഷമ പറയേണ്ട കാര്യമില്ല. ഈ കൂട്ടുകാർ തമ്മിലുണ്ടായൊരു വിഷയമാണെന്ന് നമ്മൾ തീർത്തിട്ടാണ് ഉണ്ണികൃഷ്ണൻ ചേട്ടൻ വന്ന് പത്രത്തിന് വാക്ക് കൊടുക്കുന്നത്. പിന്നെ ബിബിൻ പോയി രാത്രി ചാനലിൽ കയറിയും സംസാരിച്ചത്, അതെനിക്ക് ബിബിനോട് യോജിക്കാൻ പറ്റും. അത് എഗെയിൻസ്റ്റ് ദ കണ്ടീഷൻ, തന്ന വാക്കിനെതിരാണ്, അത് മര്യാദയല്ല. ഈ രണ്ട് സംഘടനകളെയും പുള്ളി മോശപ്പെടുത്തുകയല്ലേ ചെയ്തത്. അമ്മയ്ക്കും ഫെഫ്കയ്ക്കും നാണക്കേടായില്ലേ. പുള്ളി ഫെഫ്കയിലെ ടെമ്പററി മെമ്പറാണ്, എങ്കിൽ പോലും ഞങ്ങൾ ഫെഫ്കക്കാർ സംസാരിക്കാൻ വന്നപ്പോൾ അമ്മ ഒന്നും എതിർത്ത് പറഞ്ഞില്ല. ശരി, കാരണം അവർക്കൊരു നിയമമുണ്ട്, ടെമ്പററി മെമ്പർ ആയാൽ പോലും. കാരണം പുള്ളി മെമ്പർഷിപ്പ് എടുത്തിട്ട് അത് കുറച്ച് ദിവസങ്ങളേ ആയുള്ളൂ, PRO യൂണിയൻ്റെ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾ വന്നോളൂ, സംസാരിച്ചോളൂ, നമുക്ക് സംസാരിക്കാം. കാരണം എന്താ, ഇതൊന്ന് തീരട്ടെന്ന് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പം ഇത് ഇത്രയേ ഉള്ളൂ. മൂന്ന് സുഹൃത്തുക്കൾ തമ്മിലുള്ളൊരു സുഹൃത്തുക്കൾ തമ്മിൽ, അതിൽ മൂന്നാമത്തെ സുഹൃത്തിന് ഇവരുടെ ഫുൾ കാര്യങ്ങൾ അറിയാം. അപ്പോൾ ഇവർ തമ്മിലുള്ളൊരു വിഷയമാണ്. ഇവരാരും ചീത്തയല്ലെന്നേ, ഇവരാരും മോശപ്പെട്ട ആൾക്കാരും അല്ല, അതും ഞാൻ പറയാം. പക്ഷേ ഇപ്പോൾ വിപിൻ ചെയ്തത് മോശപ്പെട്ട പ്രവൃത്തിയായി. ഇതും കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് ഉണ്ണി ക്ഷമ പറഞ്ഞു, ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഉണ്ണി ക്ഷമ പറഞ്ഞിട്ടില്ല, ഉണ്ണി തെറ്റുകാരനല്ല. ഇനി വിപിൻ പക്ഷേ വിപിൻ ഇപ്പം തെറ്റുകാരനായി. കാരണം ഇത് തീരുമാനത്തിനെതിരായിട്ട് പ്രവർത്തിച്ചത് തെറ്റ് തന്നെയാണ്. ഇതാണ് സത്യം. ഇതാണ് സത്യം. ഇത് ഞാൻ എവിടെയും പറയാം, ഞാൻ ആരുടെയും പക്ഷം പിടിക്കുന്നില്ല. ഞാൻ വിപിനെയും കെട്ടിപ്പിടിച്ചു, ഉണ്ണിയെ കൊണ്ട് തോളത്ത് കയറ്റാൻ ഞാൻ വണ്ടി കൊണ്ട് കയറ്റിയത്. വിപിനെ ഞാൻ കെട്ടിപ്പിടിച്ചു, വിട്ടുകളാ നിങ്ങളൊക്കെ. കാരണം എനിക്കിത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെന്നേ. ഇപ്പം നമ്മളൊരു മുറിയിലിരിക്കുമ്പം എനിക്കൊരു ഫോൺ വന്നു. അപ്പം ഞാൻ എടുത്തിട്ട്, ചിലപ്പോൾ ഇവനായിരിക്കും വിളിക്കുന്നത്, ഞാൻ വേറെ ടെൻഷനൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ ബാലാജി പിന്നെ ഞാൻ വിളിക്കാം. ഇത് ഇവനോടുള്ള വിലയില്ലായ്മയല്ല, എൻ്റെ ആ മൂഡാ പ്രശ്നം. ഇത് താങ്കൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ജയനെക്കുറിച്ച് ചെറുക്കുറിച്ചെന്നൊക്കെ അങ്ങനെയൊക്കെ പറയാൻ ഇടവുണ്ടായി, അത് മോശപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതൊക്കെ കൂട്ടുകാരൊക്കെ തമ്മിൽ ഒന്നും സംഭവിക്കരുതാത്ത ചില കാര്യങ്ങൾ അവർക്കിടയിൽ സംഭവിച്ചു. അപ്പോൾ അത് അവർക്ക് തമ്മിൽ തീർക്കുക, അത് നാളെ തീരും. ഞാൻ പറഞ്ഞ 3 ഗ്ലാസ് ചായയുടെ പുറത്ത് ഇവരിരുന്നാൽ, ഞങ്ങൾ 2 ഗ്ലാസ് ചായ വെച്ച് കൊടുത്തു, അതിൽ തീർന്നില്ല. പക്ഷേ ഇവർ 3 പേര് മാത്രമായിട്ടിരുന്നൊരു 3 ഗ്ലാസ് ചായ മേശപ്പുറത്ത് വെച്ചാൽ അന്നേരം തീരുക പ്രശ്നം. ഇവർ പറയും ജയൻ ചേട്ടനും ഉണ്ണികൃഷ്ണനും ഒക്കെയാണ് കുഴപ്പമുണ്ടാക്കിയത്. തീരട്ടെ, പ്രശ്നം തീരട്ടെ. അവരാരും മോശപ്പെട്ട ആൾക്കാരൊന്നുമല്ല, അവർ ചീത്ത ആൾക്കാരും അല്ല. അവരുടെ പ്രശ്നം തീരേണ്ടതാണ്. അവർ തീർന്നാൽ, അവരുടെ പ്രശ്നങ്ങൾ തീർന്നാൽ നല്ല സിനിമകളുണ്ടാവും. അതേ ഞാൻ പ്രാർത്ഥിക്കാറ്. ഉണ്ണിക്ക് നല്ല സമയം വന്നിരിക്കുകയാണ്. അന്നേരം ഇവരൊക്കെ കൂടെ ഉള്ളവരാണ്. ഈ മേപ്പടിയാൻ ഉണ്ണിക്ക് ഹിറ്റുണ്ടായി കൊടുത്ത സിനിമയാണ്. അത് കഴിഞ്ഞിട്ട് ഇവരൊക്കെ കൂടെയുള്ള, അപ്പോൾ ഇവരെല്ലാവരും ഒരുമിച്ച് ഇനിയും പ്രവർത്തിക്കട്ടെ, നല്ല സിനിമകളുണ്ടാവട്ടെ. ഉണ്ണി നല്ല പയ്യനാണ്. എനിക്ക്
ബോംബെ മാസ്റ്റർ 1993 എന്ന് 12 വർഷം ആ, പിന്നെ അതിൽ തുടക്കക്കാലം. ഞാനൊരു ക്രിക്കറ്റ് ഭ്രാന്തനാണ് പണ്ടേ. അപ്പൊ CCL ഉണ്ണി അസൽ പ്ലെയറാ. പിന്നെ ഗംഭീരമുള്ള എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു CCL കളി ജയിക്കുമ്പോൾ ഞാൻ നോൺ സ്ട്രൈക്കറും ഉണ്ണി സ്ട്രൈക്കറുമാണ്. ഞങ്ങൾ ഇന്നലെ അത് പറഞ്ഞ് ചിരിച്ച് ഞാൻ ഉണ്ണിയും കൂടെ ഈ ചർച്ചകൾക്ക് ശേഷം. അപ്പം ഉണ്ണി ഇപ്പോഴും ഷൂട്ടിംഗ് അല്ലെങ്കിൽ ഫുൾ ടൈം കളിയാന്നേ. അങ്ങനെ കളിച്ചിടക്കുന്ന ഒരു കൊച്ചുകുട്ടിയാണ്, പാവം, നല്ല മനുഷ്യനാണ്. വിപിനും നല്ല ആളാണ്. അപ്പം ഇവരെല്ലാം നല്ല ആൾക്കാരാണ്, ഇവരുടെ പ്രശ്നങ്ങൾ തീരട്ടെ. പക്ഷെ വിപിൻ ഇങ്ങനെ ചെയ്യരുതായിരുന്നു, അതിലെനിക്ക് അമർഷം. അതുപോലെ ഒരു സൗഹൃദ കൂട്ടായ്മയിലാണ് ഈ സിനിമയും വരുന്നത്. അത് തന്നെയാണ് അത് തന്നെയാണ്. ഇതുപോലെ ഈ സിനിമയിലും അങ്ങനത്തെ ചില സംഭവങ്ങളൊക്കെ കൂട്ടുകാർക്കിടയിൽ ഞങ്ങൾ പിടിച്ചു വെച്ചിരിക്കുന്നുണ്ടോ. ഈ പറഞ്ഞ പോലെ തന്നെ ഞാനൊക്കെ ചെയ്തതിൽ എനിക്ക് തോന്നുന്നു കുറച്ച് വ്യത്യസ്തമുള്ള പരിപാടികളുണ്ട് ഇതിനകത്ത്. എൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെണ്ണുങ്ങളെ കോഴിയാണ്, ഒരു കോഴി ടൈപ്പ് ക്യാരക്ടറാണ്. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ സിനിമയിൽ ഞാൻ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. അല്ല, യഥാർത്ഥത്തിൽ അഭിനയിക്കേണ്ടി വന്നില്ല, അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ഞാൻ പുള്ളി ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് ഇവനെ അത് ഭയങ്കര. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കഥാപാത്രം നമ്മൾ ചെയ്തിട്ടില്ല. പിന്നെ ഇത് വളരെ നമ്മൾ എത്ര സീൻ അഭിനയിച്ചത് ഇപ്പോൾ പുള്ളി പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ 25 അഭിനയിച്ചു എന്ന് എനിക്ക് കൺഫ്യൂഷൻ. കാരണം കടകടകടകാന്ന് എടുത്തെടുത്ത് നമ്മുടെ പ്രൊഫഷൻസ് ഇങ്ങനെ എടുത്തെടുത്ത് 4-5 സീനൊക്കെ തീരും ഒരു ദിവസം. അങ്ങനെയൊക്കെ ഉള്ളൊരു പരിപാടിയായിരുന്നു. ഇപ്പോൾ എന്താണ് ഇതിൻ്റെ റിസൾട്ട്, എന്താണ് കഥ എന്നൊക്കെ ഉള്ളത് നമ്മൾ സിനിമ കാണുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റും. എങ്കിലും അദ്ദേഹത്തിൻ്റെ കൈയും മെയ്യും മറന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് അടർത്തിയെടുത്തൊരു ചാപ്റ്ററാണിത്. അദ്ദേഹത്തിൻ്റെ റിയൽ ലൈഫിൽ സംഭവിച്ചൊരു കാര്യങ്ങളാണ്. ആ കൂട്ടുകാർ അവരൊക്കെ ഉണ്ടായിരുന്നു സിനിമയുടെ ഉടനീളം ലൊക്കേഷനിൽ. വേറൊരു വൈബ് പരിപാടിയായിരുന്നു. പിന്നെ എല്ലാവരും നമ്മൾ ഈ 4 പേരും തമ്മിലും ഒരു സിങ്കുണ്ട്. ഈ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെല്ലാവരും ഒന്നിച്ചൊക്കെ അഭിനയിച്ച് ശീലമുള്ള ആൾക്കാരും. നന്നായി വരണം എന്നാണ് എൻ്റെ തോന്നൽ. നന്നായി വരണം, നന്നേ പറ്റൂ, നന്നായി വരണം, നന്നായി വരും. നിങ്ങൾ കാണുക, വിജയിപ്പിക്കുക, അതാ നിങ്ങളോട് റിക്വസ്റ്റ്.